തൃശ്ശൂർ ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമം. അവിടെയാണ് ഞങ്ങളുടെ പടിഞ്ഞാറ്റതിൽ തറവാട്. പണ്ടുകാലത്ത് നാട്ടിലെ പ്രമാണിമാരായിരുന്നു ഞങ്ങളുടെ കാരണവന്മാർ. വലിയൊരു നാലുകെട്ടും അതിന് ചുറ്റുമായി കിടക്കുന്ന ഏക്കർ കണക്കിന് വരുന്ന തെങ്ങിൻതോപ്പും അടയ്ക്കാമരങ്ങളും നിറഞ്ഞ ഒരു വലിയ പുരയിടം. തറവാടിൻ്റെ പടിപ്പുര കടന്ന് മുറ്റത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഗാംഭീര്യം തോന്നും. വലിയ മരത്തൂണുകളും കൊത്തുപണികളുള്ള വാതിലുകളും എപ്പോഴും കുളിർമയുള്ള വിശാലമായ നടുമുറ്റവുമൊക്കെയായി ആർക്കും കൊതി തോന്നുന്ന ഒരു വീടായിരുന്നു അത്. ആ തറവാട്ടിലാണ് ഞങ്ങളുടെ കുടുംബത്തിലെ വലിയൊരു ദുരന്തം ഉറങ്ങിക്കിടന്നിരുന്നതെന്ന് അന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ ഹരി. എൻ്റെ അച്ഛനും ഇളയമ്മയുമെല്ലാം ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയതാണ്. പിന്നെ ആ വലിയ തറവാട്ടിൽ ബാക്കിയുണ്ടായിരുന്നത് എൻ്റെ വലിയച്ഛൻ വേലായുധൻ നായർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പാറക്കുട്ടിയമ്മ, എൻ്റെ ഇളയച്ഛൻ മാധവൻ, പിന്നെ എൻ്റെ അമ്മയും ഏട്ടൻ സുരേഷും ഞാനും മാത്രമായിരുന്നു. വലിയച്ഛനായിരുന്നു ആ തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവർ. അദ്ദേഹത്തിൻ്റെ വാക്കിന് മറുവാക്കില്ല. നാട്ടുകാർക്കൊക്കെ വലിയ കാര്യവും ബഹുമാനവുമായിരുന്നു അദ്ദേഹത്തെ. 80 വയസ്സോളം ഉണ്ടായിരുന്നു എൻ്റെ വലിയച്ഛന്. എന്നാലും കണ്ടാൽ ഒരു 60 വയസ്സേ പറയൂ. അത്രയ്ക്ക് ആരോഗ്യവാനായിരുന്നു അദ്ദേഹം. എന്നും വെളുപ്പിന് 4 മണിക്ക് എഴുന്നേൽക്കും. കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പറമ്പിലേക്ക് ഇറങ്ങും. തെങ്ങിൻ തടം തുറക്കാനും വാഴയ്ക്ക് വളമിടാനുമൊക്കെ പണിക്കാരോടൊപ്പം വലിയച്ഛനും കൂടും. ഒരിക്കൽ പോലും അദ്ദേഹത്തിനൊരു പനിയോ ജലദോഷമോ വന്ന് കിടപ്പിലായത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ഒരു ചിരിയോടെ മാത്രമേ എല്ലാവരോടും സംസാരിക്കാറുള്ളൂ. അങ്ങനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്കാണ് ആ കറുത്ത ദിനം കടന്നു വന്നത്. അതൊരു പഞ്ചമി നാളായിരുന്നുവെന്ന് പിന്നീടാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. കറുത്ത പക്ഷത്തിലെ പഞ്ചമി. അന്ന് പകൽ വലിയച്ഛൻ പതിവ് പോലെ പറമ്പിലൊക്കെ പോയി പണിക്കാരോട് വർത്താനമൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തിലായിരുന്നു. ഉച്ചയ്ക്ക് അമ്മയുണ്ടാക്കിയ ചക്കപ്പുഴുക്കും കാച്ചിയ മോരും കൂട്ടി ചോറുണ്ടു. വൈകുന്നേരമായപ്പോൾ പതിവ് പോലെ കുളിച്ച് ഈറൻ മാറി തറവാടിൻ്റെ പൂമുഖത്ത് വന്നിരുന്നു. സന്ധ്യ മയങ്ങുന്ന സമയം സൂര്യൻ അസ്തമിച്ച് ആകാശം പതിയെ ചുവപ്പും കറുപ്പും നിറങ്ങളിലേക്ക് മാറുകയായിരുന്നു. പടിഞ്ഞാറ്റതിൽ തറവാട്ടിൽ എന്നും സന്ധ്യയ്ക്ക് അന്ത്യത്തിരി കത്തിക്കുന്ന ഒരു പതിവുണ്ട്. വലിയമ്മയാണ് അന്ന് വിളക്ക് വെച്ചത്. പൂമുഖത്തെ വലിയ തൂക്കുവിളക്കിൽ തിരിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നാമം ജപിക്കാൻ തുടങ്ങി. വലിയച്ഛൻ തൻ്റെ പ്രിയപ്പെട്ട ചാരുകസാരയിൽ കണ്ണുകളടച്ച് കൈകൾ രണ്ടും നെഞ്ചത്ത് വെച്ച് കിടക്കുകയായിരുന്നു. എന്തോ പഴയ കാര്യങ്ങളോർത്ത് വിശ്രമിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ ആ സമയം മുറ്റത്ത് നിൽക്കുന്ന മാവിൻ്റെ ചൂട്ടിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് വലിയച്ഛൻ്റെ ശരീരത്തിലൊരു മാറ്റമുണ്ടായത്. അദ്ദേഹം പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിൽ അസാധാരണമായ ഒരു ഭയം നിറഞ്ഞിരുന്നു. ചാരുകസാരയിൽ നിന്ന് എഴുന്നേൽക്കാൻ അദ്ദേഹം ഒരു ശ്രമം നടത്തി. പക്ഷേ കഴിഞ്ഞില്ല. പെട്ടെന്ന് അദ്ദേഹം തൻ്റെ 2 കൈകളും നെഞ്ചിലമർത്തി പിടിച്ച് വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി. ശ്വാസം കിട്ടാതെ വലയുന്ന പോലെ. അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ നിന്ന് അസ്വാഭാവികമായ പതറിയ ഒരു ശബ്ദം പുറത്തു വന്നു. വലിയച്ഛ! ഞാൻ നിലവിളിച്ചുകൊണ്ട് പൂമുഖത്തേക്ക് ഓടിക്കയറി. എൻ്റെ ശബ്ദം കേട്ട് അമ്മയും ഏട്ടനും ഇളയച്ചനുമൊക്കെ ഓടി വന്നു. വലിയച്ഛൻ്റെ മുഖം വല്ലാതെ വിളറിയിരുന്നു. കണ്ണുകൾ മേൽപോട്ട് മറിഞ്ഞു. വായിൽ നിന്ന് നേരിയ തോതിൽ നുരയും പതയും വരുന്നുണ്ടായിരുന്നു. എന്താ പറ്റിയതേട്ടാ എന്ന് ചോദിച്ച് ഇളയച്ചൻ അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ചു. അപ്പോഴും വലിയച്ഛൻ തൻ്റെ വലത് കൈ വായുവിലേക്ക് ഉയർത്തി മുറ്റത്തെ ഇരുട്ടിലേക്ക് വിരൽ ചൂണ്ടി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ഇരുട്ടിൽ ആരോ നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ എന്തോ ഭയാനകമായ ഒന്നിനെ അദ്ദേഹം കാണുന്നത് പോലെ. പക്ഷേ വാക്കുകൾ പുറത്തു വന്നില്ല. വേഗം വണ്ടി വിളിക്ക് ഹരി, ഏട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ പാഞ്ഞോടിപ്പോയി കവലയിൽ നിന്ന് നാരായണൻ ചേട്ടൻ്റെ അംബാസിഡർ കാർ വിളിച്ചുകൊണ്ട് വന്നു. വലിയച്ഛനെ താങ്ങിയെടുത്ത് ഞങ്ങൾ കാറിൻ്റെ പിൻസീറ്റിൽ കിടത്തി. ഇളയച്ഛനും ഏട്ടനും കൂടെ കയറി. എൻ്റെ നെഞ്ചെടുപ്പ് വല്ലാതെ കൂടിയിരുന്നു. 80 വയസ്സുണ്ടെങ്കിലും ഒരിക്കൽ പോലും അസുഖം വന്ന് ആശുപത്രിയിൽ പോകാത്ത വലിയച്ഛനാണ് ഇപ്പോൾ ജീവന് വേണ്ടി പിടയുന്നത്. കാർ മെഡിക്കൽ കോളേജ് ലക്ഷ്യമാക്കി കുതിച്ചു. ആശുപത്രിയിലെത്തിയ ഉടനെ ഡോക്ടർമാർ അദ്ദേഹത്തെ ക്യാഷ്വാലിറ്റിയിലേക്ക് മാറ്റി. ഞങ്ങൾ പുറത്ത് പ്രാർത്ഥനയോടെ നിന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തു വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ തന്നെ ഇളയച്ചൻ പൊട്ടിക്കരഞ്ഞു പോയി. സോറി, ഞങ്ങൾ എത്തുന്നതിന് മുൻപേ മരണം സംഭവിച്ചിരുന്നു. ഒരു വലിയ കാർഡിയക് അറസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്, ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. വെറും 1 മണിക്കൂർ മുൻപ് വരെ ഞങ്ങളോട് ചിരിച്ച് സംസാരിച്ചിരുന്ന മനുഷ്യനാണ്
തറവാടിൻ്റെ നെടുന്തൂണാണ് ഇല്ലാതെയായത്. പ്രായമായ ഒരാളുടെ സ്വാഭാവിക മരണമെന്ന് കരുതി ഞങ്ങൾ ആ വിയോഗത്തെ മനസ്സില്ലാ മനസ്സോടെ അംഗീകരിച്ചു. ആ രാത്രി തറവാട്ടിൽ വലിയച്ഛൻ്റെ ചേതനേറ്റ ശരീരം കൊണ്ടുവന്നപ്പോൾ ആ വീടിൻ്റെ ഐശ്വര്യം മൊത്തത്തിൽ കെട്ടുപോയതുപോലെ എനിക്ക് തോന്നി. വലിയച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം ഞങ്ങൾ വളരെ ഭംഗിയായി തന്നെ നടത്തി. ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ വന്നുപോയി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ സങ്കടത്തിൽ നിന്ന് ഞങ്ങൾ പതിയെ കരകയറാൻ തുടങ്ങി. പ്രായം 80 കഴിഞ്ഞില്ലേ, അതിൻ്റെ ഒരു മരണം. ആർക്കും സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതൊരു വലിയ ദുരന്ത പരമ്പരയുടെ തുടക്കം മാത്രമായിരുന്നു. ആ തറവാടിനെ കാർന്നു തിന്നാൻ പോകുന്ന ഒരു വലിയ ശാപത്തിൻ്റെ ആദ്യത്തെ ഇര മാത്രമായിരുന്നു വലിയച്ഛൻ. യഥാർത്ഥ ഭയം ഞങ്ങളെ കാത്തിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വലിയച്ഛൻ്റെ പെട്ടെന്നുള്ള വിയോഗം ഞങ്ങളുടെ തറവാടിനെ അക്ഷരാർത്ഥത്തിൽ ഒരു മൂകതയിലേക്ക് തള്ളിപ്പെട്ടിരുന്നു. എപ്പോഴും ആളും ബഹളവും നിറഞ്ഞിരുന്ന ആ വലിയ വീട്ടിൽ പെട്ടെന്ന് വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങി. രാവിലെ 4 മണിക്ക് കേട്ടിരുന്ന വലിയച്ഛൻ്റെ ശബ്ദങ്ങളും മുറ്റത്ത് പണിക്കാരോട് വിളിച്ചു പറയുന്ന ഗാംഭീര്യമുള്ള ശബ്ദവും ഇല്ലാതായത് ആ വീടിൻ്റെ ജീവൻ പോയതുപോലെയായിരുന്നു. എല്ലാവരേക്കാളും കൂടുതൽ ഈ വേർപാട് തളർത്തിയത് വലിയമ്മയായിരുന്നു. പാർക്കുട്ടിയമ്മ എന്ന വലിയമ്മ വലിയച്ഛൻ്റെ ഒരു നിഴൽ പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അദ്ദേഹം പോയതോടെ വലിയമ്മ തീരെ മിണ്ടാതെയായി. എപ്പോഴും പൂജാമുറിയിൽ തന്നെ ഇരിപ്പാണ്. ചിലപ്പോൾ പൂമുഖത്തെ വലിയച്ഛൻ്റെ ഒഴിഞ്ഞ ചാരുകസാരയിലേക്ക് നോക്കി മണിക്കൂറുകളോളം കരയും. ഭക്ഷണം കഴിക്കുന്നതൊക്കെ പേരിന് മാത്രമായി. അമ്മയും വലിയച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് സഹായിക്കാൻ വന്ന് അവിടെ തന്നെ നിന്നിരുന്ന എൻ്റെ അമ്മാവൻ്റെ മകൾ ബിന്ദു ചേച്ചിയും എത്ര നിർബന്ധിച്ചാലും വലിയമ്മ ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇതിനിടയിൽ ആ വീട്ടിൽ ചില അസ്വാഭാവിക കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. വലിയച്ഛൻ മരിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മുതലാണ് അതൊക്കെ കണ്ടു തുടങ്ങിയത്. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ തറവാടിന് ചുറ്റും വല്ലാത്തൊരു തണുപ്പ് പടരും. തൊഴുത്തിലെ പശുക്കൾ രാത്രികളിൽ അകാരണമായി കയറ് പൊട്ടിക്കാൻ നോക്കുകയും മുറ്റത്തെ നായ്ക്കൾ ആകാശത്തേക്ക് നോക്കി ദീർഘമായി ഊളിയിടുകയും ചെയ്യുന്നത് പതിവായി. ഹരി, രാത്രിയാകുമ്പോൾ വീടിൻ്റെ പിന്നാമ്പുറത്തുകൂടെ ആരോ നടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നടാ എന്ന് ഏട്ടൻ സുരേഷ് ഒരു ദിവസം എന്നോട് പറയുകയും ചെയ്തു. എനിക്കും ചില ഭയങ്ങൾ തോന്നിയിരുന്നെങ്കിലും വലിയച്ഛൻ മരിച്ചതിൻ്റെ മാനസികമായ ഒരു തോന്നലാകും അതൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഏട്ടനെ സമാധാനിപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വലിയച്ഛൻ മരിച്ചിട്ട് കൃത്യം 1 മാസം തികയുന്ന ദിവസം. മലയാള മാസം കണക്ക് കൂട്ടുമ്പോൾ അന്നും ഒരു പഞ്ചമി നാളായിരുന്നുവെന്ന് പിന്നീടാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. കറുത്ത പക്ഷത്തിലെ പഞ്ചമി. അന്ന് രാവിലെ മുതൽ തന്നെ ആകാശം വല്ലാതെ മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നു. മഴ പെയ്യുന്നില്ലെങ്കിലും വല്ലാത്തൊരു ഇരുണ്ട അന്തരീക്ഷം. ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ഓരോ പണികളിലായി തിരക്കിലായിരുന്നു. ഇളയച്ചനും ഏട്ടനും പറമ്പിലേക്ക് പോയി. അമ്മയും ബിന്ദുചേച്ചിയും അടുക്കളയിൽ വൈകുന്നേരത്തേക്കുള്ള എന്തോ ഒരുക്കത്തിലായിരുന്നു. ഉച്ചയുറക്കം കഴിഞ്ഞെഴുന്നേറ്റ വലിയമ്മ മുഖം കഴുകാനായി വീടിന് പിന്നിലെ കിണറ്റിൻകരയിലേക്ക് പോയി. ഞങ്ങളുടെ തറവാടിൻ്റെ കിണർ കുറച്ച് മാറിയാണ് നിന്നിരുന്നത്. വലിയൊരു തൊടിയും കാവുമൊക്കെ ഉള്ളതുകൊണ്ട് അവിടേക്ക് പകൽ പോലും വലിയ വെളിച്ചം വരാറില്ല. ഇലഞ്ഞി മരങ്ങളും മാവുകളും അതിലിട്ട ആ കിണറ്റിൻകര എപ്പോഴും ഒരു ചെറിയ ഇരുട്ട് പിടിച്ച സ്ഥലമായിരുന്നു. വലിയമ്മ കിണറ്റിൻകരയിലേക്ക് പോയിട്ട് കുറേ നേരമായിട്ടും തിരികെ കാണാത്തത് കൊണ്ട് ബിന്ദുചേച്ചി അങ്ങോട്ടേക്ക് അന്വേഷിച്ച് ചെന്നു. അവിടെ ബിന്ദുചേച്ചി കണ്ട കാഴ്ച അവരുടെ സിരകളിൽ രക്തം മരവിപ്പിക്കുന്നതായിരുന്നു. വലിയമ്മ കിണറിൻ്റെ പടവിൽ നിൽക്കുകയായിരുന്നു. സാധാരണ മുഖം കഴുകുന്നത് പോലെയല്ല, കിണറ്റിൻ്റെ ആഴങ്ങളിലെ ഇരുട്ടിലേക്ക് നോക്കി. അവർ ആരോട് സംസാരിക്കുകയാണ്. ആ സമയം അവിടെ ഒരു കാറ്റ് പോലും വീശുന്നുണ്ടായിരുന്നില്ല. ബിന്ദുചേച്ചി പറയുന്നത് വലിയമ്മയുടെ മുഖത്തപ്പോൾ ഒരുതരം അസ്വാഭാവികമായ ചിരിയുണ്ടായിരുന്നുവെന്നാണ്. കിണറ്റിനുള്ളിലേക്ക് നോക്കി കൈകൾ രണ്ടും ഉയർത്തി കാണിച്ച് ആരോടോ എന്തൊക്കെയോ അവർ പറയുന്നുണ്ടായിരുന്നു. ആർക്കോ വേണ്ടി കൈകൾ നീട്ടിക്കൊടുക്കുന്നത് പോലെ. വലിയമ്മേ, എന്താ അവിടെ? ആരോടാ സംസാരിക്കുന്നത്? ബിന്ദുചേച്ചി കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. പക്ഷേ വലിയമ്മയതൊന്നും കേട്ടില്ല. അവർ പൂർണ്ണമായും മറ്റേതോ ലോകത്തായിരുന്നു. പെട്ടെന്ന് കിണറ്റിനുള്ളിൽ നിന്ന് അദൃശ്യമായ എന്തോ ഒന്ന് വലിയമ്മയുടെ കൈകളിൽ പിടിച്ചു വലിക്കുന്നത് പോലെ തോന്നി. വലിയമ്മയുടെ കണ്ണുകൾ ഭയം കൊണ്ട് വികസിച്ചു. ചുണ്ടുകൾ വിറച്ചു. അടുത്ത നിമിഷം വെട്ടേറ്റ ഒരു മരം കണക്കെ വലിയമ്മ കിണറ്റിൻകരയിലെ കരിങ്കൽ തറയിലേക്ക് പിന്നോട്ടടിച്ച് കുഴഞ്ഞു വീണു. വലിയമ്മയെന്ന് നിലവിളിച്ചുകൊണ്ട് ബിന്ദുചേച്ചി ഓടിച്ചെന്നവരെ താങ്ങി. ചേച്ചിയുടെ നിലവിളി കേട്ടാണ് ഞാനും അമ്മയും പറമ്പിലായിരുന്ന ഏട്ടനുമൊക്കെ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയത്. ഞങ്ങൾ ചെല്ലുമ്പോൾ വലിയമ്മ ബോധമില്ലാതെ കിടക്കുകയാണ്. കണ്ണുകൾ പകുതി തുറന്ന നിലയിലായിരുന്നു. അവരുടെ ശരീരത്തിന് വല്ലാത്തൊരു തണുപ്പുണ്ടായിരുന്നു.
ഐസ് കട്ട പോലെ. വലിയമ്മേ, കണ്ണു തുറക്ക്. ഞാൻ അവരുടെ കവിളിൽ തട്ടി വിളിച്ചു. യാതൊരു പ്രതികരണവുമില്ല. ശ്വാസം വളരെ നേർത്തതായിരുന്നു. ഒട്ടും സമയം കളയാതെ ഞങ്ങൾ വലിയമ്മയെ താങ്ങിയെടുത്ത് മുറ്റത്ത് കൊണ്ടുവന്നു. ഏട്ടൻ വീണ്ടും വണ്ടിക്കായി ഓടി. വലിയച്ഛനെ കൊണ്ടുപോയ അതേ വണ്ടിയിൽ അതേ ആശുപത്രിയിലേക്ക് ഞങ്ങൾ വലിയമ്മയുമായി കുതിച്ചു. വണ്ടിയിലിരുന്ന് ഇളയച്ചൻ വിതുമ്പിക്കരയുന്നുണ്ടായിരുന്നു. ഒരു മാസത്തിന് മുൻപ് നടന്ന അതേ കാര്യങ്ങൾ ഒരു സിനിമ പോലെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. എന്തോ വലിയൊരു ദുരന്തം വരാൻ പോകുന്നുവെന്ന് എൻ്റെ ഉള്ളു പറയുന്നുണ്ടായിരുന്നു. ആശുപത്രിയിലെത്തി ക്യാഷ്വാലിറ്റിയിലേക്ക് കയറുമ്പോൾ തന്നെ വലിയമ്മയുടെ ശ്വാസം നിലച്ചിരുന്നു. പരിശോധിച്ച ഡോക്ടർമാർ തലയാട്ടി. അതെ, വലിയമ്മയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ഹൃദയസ്തംഭനം തന്നെയായിരുന്നു കാരണം. ഒരു മാസത്തിനിടെ ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന രണ്ടാമത്തെ മരണം, അതും തികച്ചും അപ്രതീക്ഷിതമായി. വലിയച്ഛൻ്റെ മരണം പ്രായം കൊണ്ടാണെന്ന് വിശ്വസിച്ച ഞങ്ങൾക്ക് വലിയമ്മയുടെ ഈ മരണം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. വീണ്ടും തറവാട്ടുമുറ്റത്ത് ഒരു ചിത കൂടി ഒരുങ്ങി. നാട്ടുകാരും ബന്ധുക്കളും ഞങ്ങളുടെ വീടിനെ സഹതാപത്തോടെയും ചെറിയൊരു ഭയത്തോടെയും നോക്കാൻ തുടങ്ങി. മരണാനന്തര കർമ്മങ്ങൾക്കിടയിൽ ബിന്ദു ചേച്ചി കിണറ്റിൻകരയിൽ കണ്ട കാര്യങ്ങൾ എന്നോടും ഏട്ടനോടും പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ പിന്നി. വലിയച്ഛൻ മരിക്കുന്നതിന് തൊട്ടു മുൻപ് മുറ്റത്തെ ഇരുട്ടിലേക്ക് നോക്കി ആരോടോ സംസാരിക്കാൻ ശ്രമിച്ചത് എനിക്ക് ഓർമ്മ വന്നു. വലിയമ്മയും മരിക്കുന്നതിന് മുൻപ് കിണറ്റിൻകരയിൽ വെച്ച് ആരോടോ സംസാരിച്ചു. ഈ രണ്ട് മരണങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതോ വെറും യാദൃശ്ചികം മാത്രമാണോ? കാര്യങ്ങൾ അവിടെ കൊണ്ടും അവസാനിക്കാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾക്കന്ന് അറിയില്ലായിരുന്നു. വലിയച്ഛനും വലിയമ്മയും പോയതോടെ ആ വലിയ തറവാട്ടിൽ ഇനി ഞാനും അമ്മയും ഏട്ടനും ഇളയച്ചനും മാത്രമായി. ഞങ്ങൾക്കിടയിലേക്ക് ഭയം ഒരു അദൃശ്യനായ അതിഥിയെപ്പോലെ കടന്നു വരികയായിരുന്നു. യഥാർത്ഥ ഭയം എന്താണെന്ന് ഞങ്ങളറിയാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ലക്ഷ്യം ആരാണെന്നറിയാതെ ആ പഴയ തറവാട് ഞങ്ങളെ നോക്കി പല്ലിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. വലിയമ്മയുടെ മരണത്തോടെ പടിഞ്ഞാറ്റത്തിൽ തറവാട് ഒരു ശവപ്പറമ്പ് പോലെയായി. പകൽ പോലും വീട്ടിലിരിക്കാൻ ഒരുതരം പേടിയായി തുടങ്ങി. വലിയച്ഛനും വലിയമ്മയും ജീവിച്ചിരുന്നപ്പോൾ എപ്പോഴും പ്രകാശവും ശബ്ദവും നിറഞ്ഞു നിന്നിരുന്ന ആ വീട് ഇപ്പോൾ എപ്പോഴും നിശബ്ദതയുടെ പുതപ്പണിഞ്ഞാണ് കിടക്കുന്നത്. ബന്ധുക്കളൊക്കെ പതിയെ പതിയെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. ബിന്ദു ചേച്ചിയും പോയി കഴിഞ്ഞപ്പോൾ ആ വലിയ തറവാട്ടിൽ ഞാനും അമ്മയും ഏട്ടനും ഇളയച്ചനും മാത്രമായി. ഇളയച്ചൻ വല്ലാതെ തളർന്നു പോയിരുന്നു. വലിയച്ഛൻ അദ്ദേഹത്തിന് അച്ഛനെ പോലെ തന്നെയായിരുന്നു. രണ്ടുപേരും ചേർന്നാണ് ആ കുടുംബത്തെ ഇത്രയും കാലം നയിച്ചിരുന്നത്. ഇളയച്ചന് സ്വന്തമായി മക്കളില്ലാത്തതുകൊണ്ട് എന്നോടും ഏട്ടനോടും വലിയ സ്നേഹമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനൊരു താങ്ങായി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ വലിയമ്മയുടെ മരണശേഷം ഇളയച്ചൻ്റെ മുഖത്ത് പഴയൊരു തെളിച്ചം ഉണ്ടായിരുന്നില്ല. എപ്പോഴും എന്തോ ആഴത്തിലുള്ള ചിന്തയിലായിരിക്കും. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ എപ്പോഴും ഞെട്ടിയുണരുന്നത് കേൾക്കാം. ചോദിച്ചാൽ ഒന്നുമില്ല ഹരി, വല്ലാത്ത ചില സ്വപ്നങ്ങൾ കാണുന്നു എന്നേ പറയൂ. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഓരോ ദിവസവും രാത്രിയാകുമ്പോൾ എൻ്റെ ഉള്ളിലൊരു വല്ലാത്ത ഭയം ഉരുണ്ടുകൂടാൻ തുടങ്ങി. വീടിൻ്റെ പിന്നാമ്പുറത്തെ കിണറ്റിൻകരയിലേക്ക് പകൽ പോലും പോകാൻ എനിക്ക് പേടിയായി. ബിന്ദു ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. വലിയമ്മ മരിക്കുന്നതിന് മുൻപ് കിണറ്റിൻകരയിൽ ആരോടോ സംസാരിക്കുന്നത് പോലെ കൈകൾ ഉയർത്തി കാണിച്ചു. വലിയച്ഛനും മരിക്കുന്നതിന് മുൻപ് മുറ്റത്തെ ഇരുട്ടിലേക്ക് വിരൽ ചൂണ്ടി ആരോടോ സംസാരിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ വെറും യാദൃശ്ചികമാണോ? അതോ നമ്മുടെ കുടുംബത്തെ എന്തെങ്കിലും ദോഷം ബാധിച്ചതാണോ? എൻ്റെ മനസ്സിൽ സംശയങ്ങൾ പെരുകി. വലിയമ്മ മരിച്ച് ഏകദേശം 1 മാസം കഴിഞ്ഞു. വീണ്ടും ഒരു പഞ്ചമി നാൾ. അന്ന് പകൽ മുഴുവൻ ഇളയച്ചൻ പറമ്പിൽ പണി ചെയ്യുകയായിരുന്നു. തെങ്ങിന് വളമിടാനും അടയ്ക്കാമരത്തിൻ്റെ ചുവട് വെട്ടാനുമൊക്കെയായി വിയർത്ത് കുളിച്ച് പണിയെടുക്കുന്ന അദ്ദേഹം പഴയതുപോലെ ചിരിച്ചും സംസാരിച്ചുമൊക്കെയാണ് അന്ന് പണി ചെയ്തത്. വലിയച്ഛനും വലിയമ്മയും പോയ സങ്കടത്തിൽ നിന്ന് ഇളയച്ചൻ പതിയെ കരകയറുന്നുവെന്ന് വിചാരിച്ച് ഞാനും ഏട്ടനും സന്തോഷിച്ചിരുന്നു. വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് ഇളയച്ചൻ കുളിച്ച് അത്താഴത്തിന് മുൻപ് പൂമുഖത്ത് വന്നിരുന്ന് കുറച്ചു നേരം വർത്താനം പറഞ്ഞു. അന്ന് അത്താഴത്തിന് അമ്മ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അവിയലും സാമ്പാറും ഉണ്ടാക്കിയിരുന്നു. നന്നായി ഭക്ഷണം കഴിച്ച ശേഷം ക്ഷീണമുണ്ട്, ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് പോയി. തറവാടിൻ്റെ തെക്കേ ഭാഗത്തുള്ള വലിയൊരു മുറിയാണ് ഇളയച്ചൻ്റേത്. ആ മുറിയുടെ ഒരു ജനൽ തുറന്നാൽ കിണറ്റിൻകര കാണാം. രാത്രി ഒരു 12 മണിയായി കാണും. ഞാൻ ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നു. പുറത്ത് നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു.
ഞാൻ ജനലിലൂടെ നോക്കിയപ്പോൾ മുറ്റത്തെ വലിയ മാവിൻ്റെ ചില്ലകൾ ശക്തമായി ഉലയുന്നത് കണ്ടു. ആ കാറ്റിനൊപ്പം എന്തോ ഒരു ദുർഗന്ധവും അടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പഴയ തുളസിയിലെയും അഴുകിയ മണ്ണും ചേർന്നത് പോലെയുള്ള ഒരു വല്ലാത്ത ഗന്ധം. പെട്ടെന്നാണ് ഇളയച്ചൻ്റെ മുറിയിൽ നിന്നൊരു അലർച്ച കേട്ടത്. ഒരു മനുഷ്യൻ്റെ തൊണ്ടയിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്ന ഏറ്റവും വലിയ ശബ്ദത്തിലുള്ള നിലവിളി. എന്തോ ഭയാനകമായ ഒന്നിനെ കണ്ട് പേടിച്ചരണ്ടത് പോലെയുള്ള ആ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ രക്തം തണുത്തുപോയി. ഞാൻ ചാടി എഴുന്നേറ്റ് ഇളയച്ചൻ്റെ മുറിയിലേക്ക് ഓടി. പിന്നാലെ ഏട്ടനും അമ്മയും ഓടി വന്നു. മുറിയുടെ വാതിൽ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടിരുന്നു. ഇളയച്ച, എന്താ പറ്റിയതെന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു. അകത്തു നിന്നും ഒരു ശബ്ദവുമില്ല. ഞാൻ വാതിലിൽ ആഞ്ഞടിച്ചു. ഒരു ഞരക്കം പോലും കേൾക്കുന്നില്ല. എൻ്റെ നെഞ്ചെടുപ്പ് വല്ലാതെ കൂടി. ഏട്ടൻ വന്ന് എന്നെ തള്ളിമാറ്റി വാതിലിൽ ശക്തിയായി ചവിട്ടി. 2-3 തവണ ചവിട്ടിയപ്പോൾ പഴയ മരവാതിൽ വലിയൊരു ശബ്ദത്തോടെ തുറന്നു. മുറിക്കുള്ളിലെ കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾ 3 പേരും തറഞ്ഞുപോയി. മുറിയുടെ ജനൽപ്പാളികൾ മലർക്കെ തുറന്നു കിടക്കുകയായിരുന്നു. ആ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിക്കിടക്കുന്ന ഇളയച്ചൻ്റെ ശരീരം. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറച്ചു നിൽക്കുകയായിരുന്നു. ആ കണ്ണുകളിൽ ഞാൻ അതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയൊരു ഭയത്തിൻ്റെ ഭാവമുണ്ടായിരുന്നു. വായ പാതി തുറന്ന നിലയിലും. ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കൈവച്ച് നോക്കി. ആ ശരീരം വിറങ്ങലിച്ചിരുന്നു. ഹൃദയമെടുപ്പില്ല, ശ്വാസമില്ല. ഇളയച്ചൻ മരിച്ചിരിക്കുന്നു. അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് അമ്മ താഴേക്ക് വീണു. ഏട്ടൻ ഇളയച്ചൻ്റെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ തളർന്നു നിലത്തിരുന്ന് പോയി. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഞങ്ങളോട് ചിരിച്ച് സംസാരിച്ച് ഭക്ഷണം കഴിച്ച മനുഷ്യനാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. അടുത്തടുത്ത് 3 മരണങ്ങൾ, അതും വെറും 3 മാസങ്ങൾക്കുള്ളിൽ. എൻ്റെ തലച്ചോർ മരവിച്ചു പോകുന്നത് പോലെ തോന്നി. ഡോക്ടർമാർ ഇളയച്ചൻ്റെ മരണകാരണവും ഹൃദയസ്തംഭനം തന്നെയാണെന്ന് വിധി എഴുതി. പക്ഷേ എൻ്റെ ഉള്ളിലെ സംശയം ഭയമായി മാറുകയായിരുന്നു. ഇളയച്ചൻ്റെ മുഖത്തെ ആ ഭയത്തിൻ്റെ ഭാവം, ആ നിലവിളി. അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് എന്തോ കണ്ടിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് നമ്മുടെ കുടുംബത്തെ ലക്ഷ്യം വെച്ചിരിക്കുന്ന എന്തോ ഒന്നാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഈ 3ാമത്തെ മരണത്തോടെ തറവാടിനുള്ളിൽ ഭയം പൂർണ്ണമായും നിഴലിക്കാൻ തുടങ്ങി. നാട്ടുകാരൊക്കെ ഞങ്ങളെ ഒരുതരം അന്യഗ്രഹ ജീവികളെപ്പോലെ നോക്കാൻ തുടങ്ങി. പലരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോലും ഭയന്നു. ആ തറവാടിന് എന്തോ ശാപമുണ്ട് എന്ന് പലരും രഹസ്യമായി പറയുന്നത് ഞാൻ കേട്ടു. അടുത്തത് ആരാണെന്ന ചിന്ത എന്നെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇളയച്ചൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഏട്ടനിൽ വല്ലാത്ത ചില മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഏട്ടൻ പൂർണ്ണമായും മിണ്ടാതെയായി. എപ്പോഴും എന്തെങ്കിലും ചിന്തിച്ചിരിക്കും. രാത്രികളിൽ ഉറങ്ങില്ല. പകൽ സമയങ്ങളിൽ പോലും ഏട്ടൻ തനിച്ചിരുന്ന് ആരോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞ മറുപടി എന്നെ കൂടുതൽ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഹരി, രാത്രികളിൽ വരാന്തയിലൂടെ ആരോ നടക്കുന്നുണ്ട്. അവരെന്നെ വിളിക്കുന്നുണ്ട്. ചുറ്റുമുള്ള ലോകം ഞങ്ങളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. പകൽ വെളിച്ചത്തിൽ പോലും ഞങ്ങളുടെ പടിപ്പുര കടക്കാൻ നാട്ടുകാർക്ക് ഭയമായി. എപ്പോഴും ആളും ബഹളവും നിറഞ്ഞു നിന്നിരുന്ന ഞങ്ങളുടെ മുറ്റത്തിപ്പോൾ കരിയിലകൾ വീണ് കിടന്നു. വഴിയിലൂടെ പോകുന്നവർ പോലും ഞങ്ങളുടെ വീടിൻ്റെ നേർക്ക് നോക്കാതെ വേഗത്തിൽ നടന്നു പോകുന്നത് ഞാൻ പലപ്പോഴും ജനലിലൂടെ കണ്ടു. ആ കുടുംബത്തിൽ എന്തോ വലിയ ശാപമുണ്ട്. അവിടെ പോയാൽ നമുക്കും ആ ദോഷം കിട്ടും എന്ന് നാട്ടുകാർക്കിടയിൽ സംസാരം പരന്നിരുന്നു. പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ കവലയിലെ കടയിൽ പോയാൽ പോലും കടക്കാരൻ എന്നെ ഒരുതരം ഭീതിയോടെയാണ് നോക്കിയിരുന്നത്. പക്ഷേ ഇതൊന്നും എന്നെ ബാധിച്ചിരുന്നില്ല. എൻ്റെ മുഴുവൻ ശ്രദ്ധയും എൻ്റെ ഏട്ടനിലേക്കായിരുന്നു. ഇളയച്ചൻ്റെ മരണത്തിന് ശേഷം ഏട്ടൻ വല്ലാതെ മാറിയിരുന്നു. ഉറക്കം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ കേൾക്കാത്തതുപോലെ എവിടെയോ നോക്കിയിരിക്കും. എപ്പോഴും കണ്ണുകളിൽ ഒരുതരം ശൂന്യതയായിരുന്നു. ചിലപ്പോൾ ചുണ്ടുകളനക്കി ആരോടോ പതുക്കെ സംസാരിക്കുന്നത് കാണാം. ഏട്ടാ, ആരോടോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഞെട്ടി എന്നെ നോക്കും. എന്നിട്ട് ഒന്നും മിണ്ടാതെ വേഗത്തിൽ എഴുന്നേറ്റ് പോകും. രാത്രികളിൽ വരാന്തയിലൂടെ ആരോ നടക്കുന്നുണ്ടെന്നും ഏട്ടനെ വിളിക്കുന്നുണ്ടെന്നും ഏട്ടൻ പറഞ്ഞ രാത്രിക്ക് ശേഷം ഞാൻ ഏട്ടൻ്റെ മുറിയിലാണ് കിടന്നിരുന്നത്. രാത്രിയാകുമ്പോൾ വീടിനുള്ളിലെ നിശബ്ദതയ്ക്ക് വല്ലാത്തൊരു ഭാരമുള്ളതുപോലെ തോന്നും. ദൂരെ എവിടെ നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ നെഞ്ചെടുപ്പ് കൂടും. ഞാൻ ഉറങ്ങാതെ ഏട്ടനെ തന്നെ നോക്കിക്കിടക്കും. ഏട്ടൻ ജനലുകളിൽ പിടിച്ച് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്നത് പല രാത്രികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. പുറത്ത് കനത്ത ഇരുട്ടല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. ഏട്ടാ, കിടക്കാൻ നോക്ക്, അവിടെ ആരുമില്ല
എന്നും പറഞ്ഞ് ഞാൻ ഏട്ടനെ ബലമായി പിടിച്ചു കിടത്തും. അപ്പോൾ ഏട്ടൻ്റെ ശരീരം ഐസ് പോലെ തണുത്തിരിക്കുന്നത് ഞാൻ അറിയാറുണ്ടായിരുന്നു. ഇതിനിടയിലാണ് എൻ്റെ മനസ്സിൽ ആ ഭയാനകമായ സംശയം ജനിക്കുന്നത്. 3 മരണങ്ങൾ, 3ഉം ഒരേ രീതിയിൽ. ഞാൻ പഴയ കലണ്ടറുകളെടുത്ത് പരിശോധിച്ചു. എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചുവന്ന മഷിപ്പേന കൊണ്ട് ഞാൻ ആ 3 തീയതികളിലും വട്ടമിട്ടു. വലിയച്ഛൻ മരിച്ച ദിവസം, വലിയമ്മ മരിച്ച ദിവസം, ഇളയച്ചൻ മരിച്ച ദിവസം. പഞ്ചാംഗം നോക്കിയപ്പോൾ എൻ്റെ ചോര തണുത്തുറഞ്ഞു പോയി. 3ഉം കൃത്യമായി കറുത്തപക്ഷത്തിലെ പഞ്ചമി നാളുകൾ. ഓരോ മരണങ്ങൾക്കിടയിലും കൃത്യം 1 മാസത്തെ ഇടവേള. ഇതൊരു സ്വാഭാവിക മരണമല്ല, മറിച്ച് അദൃശ്യമായ ഏതോ ഒരു ശക്തി ഞങ്ങളുടെ കുടുംബത്തെ വേട്ടയാടുകയാണെന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പായി. ഞാൻ കലണ്ടറിലെ അടുത്ത പഞ്ചമി നാൾ തിരഞ്ഞു. കൃത്യം 5 ദിവസങ്ങൾക്കപ്പുറം, അതായത് അടുത്ത 5ാമത്തെ ദിവസം വീണ്ടും ആ കറുത്ത ദിനം വന്നെത്തും. എൻ്റെ തലച്ചോർ മരവിക്കുന്നത് പോലെ തോന്നി. ഞാൻ ഓടിച്ചെന്ന് അമ്മയോട് ഈ വിവരം പറഞ്ഞു. അത് കേട്ടതും അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തറയിലിരുന്ന് പോയി. എൻ്റെ കുട്ടികൾ, ഇനി ആർക്കാണോ ഈ ഗതി വരുന്നത് എന്ന് നിലവിളിച്ചുകൊണ്ട് അമ്മ ഏട്ടനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. പക്ഷേ ഏട്ടൻ്റെ മുഖത്തപ്പോഴും യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. മറ്റേതോ ലോകത്തായിരുന്നു ഏട്ടൻ്റെ മനസ്സ്. അങ്ങനെ ഭയപ്പാടോടെ കാത്തിരുന്ന ആ ദിവസം എത്തി. 4ാമത്തെ പഞ്ചമി. അന്ന് പകൽ ഞാൻ ഒരു നിമിഷം പോലും ഏട്ടൻ്റെ അടുത്ത് നിന്ന് മാറിയില്ല. സന്ധ്യയായതോടെ എൻ്റെ ഉള്ളിലെ ഭയം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി. ഞാൻ തറവാടിൻ്റെ മുൻവാതിലും പിൻവാതിലുമെല്ലാം ഭദ്രമായി അടച്ചു പൂട്ടി. എല്ലാ ജനലുകളും കൊളുത്തിട്ടു. വീടിനുള്ളിലെ എല്ലാ ലൈറ്റുകളും ഞാൻ ഇട്ടുവെച്ചു. ഏട്ടനെ ഹാളിലെ സോഫയിൽ തന്നെ ഇരുത്തി. അമ്മ ആ സമയം പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. രാത്രി 8 മണിയായി. പുറത്ത് നല്ല കാറ്റ് വീശാൻ തുടങ്ങിയിരുന്നു. വീടിൻ്റെ മേൽക്കൂരയിൽ പഴയ ഓടുകൾ കാറ്റിലിളകുന്ന ശബ്ദം ആ നിശബ്ദതയിൽ വല്ലാതെ മുഴങ്ങിക്കേട്ടു. ഞാൻ ഏട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഏട്ടൻ തലകുനിച്ച് 2 കൈകളും കൂട്ടിച്ചേർത്ത് പിടിച്ചിരിപ്പാണ്. പെട്ടെന്ന് എനിക്ക് വല്ലാതെ ദാഹിക്കാൻ തുടങ്ങി. തൊണ്ട വരളുന്നത് പോലെ. കുറച്ചു നേരം പിടിച്ചു നിന്നെങ്കിലും ദാഹം അസഹനീയമായപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വേഗത്തിൽ നടന്നു. ഫ്രിഡ്ജിൽ നിന്നൊരു കുപ്പി വെള്ളമെടുത്ത് വായിലേക്ക് കമഴ്ത്തുമ്പോഴാണ് പൂമുഖത്തെ വലിയ മരവാതിൽ തുറക്കുന്ന വലിയൊരു ശബ്ദം ഞാൻ കേട്ടത്. കുപ്പി അവിടെയിട്ട് ഞാൻ ഹാളിലേക്ക് പാഞ്ഞെത്തി. എൻ്റെ നെഞ്ചിടിപ്പ് നിലച്ചു പോയി. സോഫയിൽ ഏട്ടനില്ല. അടച്ചുപൂട്ടിയിരുന്ന മുൻവാതിൽ മലർക്കെ തുറന്നു കിടക്കുന്നു. അതിലൂടെ തണുത്ത കാറ്റ് വീടിനുള്ളിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. ഏട്ടാ, ഞാൻ അലറിക്കൊണ്ട് മുറ്റത്തേക്ക് ഓടിയെത്തി. മുറ്റത്താരുമില്ല, കനത്ത ഇരുട്ട് മാത്രം. ഞാൻ ഒരു ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്ത് ചുറ്റും നോക്കി. അപ്പോഴാണ് വീടിൻ്റെ വടക്ക് വശത്തുള്ള പറമ്പിലൂടെ ഒരു നിഴൽ വേഗത്തിൽ നടന്നു പോകുന്നത് ഞാൻ കണ്ടത്. ഏട്ടനാണ്. പറമ്പിലെ തെങ്ങിൻ തോപ്പിലേക്കാണ് ഏട്ടൻ പോകുന്നത്. ഏട്ടാ, നിൽക്ക്, അങ്ങോട്ട് പോകല്ലേ ഏട്ടാ. ഞാൻ തൊണ്ട പൊട്ടി വിളിച്ചുകൊണ്ട് പിന്നാലെ ഓടി. പറമ്പിലെ മുള്ളുകളും കല്ലുകളും എൻ്റെ കാലുകളിൽ തറച്ച് കയറുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ അതൊന്നും അറിഞ്ഞില്ല. പക്ഷേ ഏട്ടൻ എൻ്റെ വിളി കേട്ടതേയില്ല. ഏട്ടൻ്റെ നടത്തത്തിന് അസാധാരണമായ ഒരു വേഗതയുണ്ടായിരുന്നു. ആരോ മാടി വിളിക്കുന്നത് പോലെ യാതൊരു നിയന്ത്രണവുമില്ലാതെ നടന്നു പോകുന്ന ഏട്ടൻ. ഞാൻ ഓടിക്കതച്ച് ആ തെങ്ങിൻ തോപ്പിലെത്തി. അവിടെ വെളിച്ചം തീരെ ഉണ്ടായിരുന്നില്ല. ടോർച്ച് വെളിച്ചത്തിൽ ഞാൻ കണ്ട കാഴ്ച എന്നെ തറപ്പിച്ചു കളഞ്ഞു. പറമ്പിൻ്റെ നടുവിലായി നിൽക്കുന്ന വലിയൊരു തെങ്ങിൻ്റെ ചൂട്ടിൽ ഏട്ടൻ മുട്ടുകുത്തി നിൽക്കുകയാണ്. മുകളിലേക്ക് നോക്കി 2 കൈകളും ഉയർത്തിപ്പിടിച്ച് ആരോടോ യാചിക്കുന്നത് പോലെ. ഏട്ടൻ്റെ ചുണ്ടുകൾ വേഗത്തിൽ അനങ്ങുന്നുണ്ടായിരുന്നു. വലിയമ്മ മരിക്കുന്നതിന് മുൻപ് കിണറ്റിൻകരയിൽ നിന്ന അതേ നിൽപ്പ്. ഏട്ട എന്ന് വിളിച്ച് ഞാൻ അടുത്തേക്ക് ഓടിയെത്തുന്നതിന് തൊട്ട് മുൻപ് ഏട്ടൻ്റെ ശരീരം ഒരു മരം കടപുഴകി വീഴുന്നത് പോലെ വലിയൊരു ശബ്ദത്തോടെ പിന്നോട്ട് നിലത്തേക്ക് വീണു. ഞാൻ ഓടിച്ചെന്ന് ഏട്ടനെ താങ്ങിയെടുത്ത് മടിയിൽ വെച്ചു. ഏട്ടാ, കണ്ണു തുറക്കേട്ടാ. ഞാൻ ആ കവിളുകളിൽ തട്ടി വിളിച്ചു. എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ്റെ കണ്ണുകൾ പകുതി തുറന്ന നിലയിലായിരുന്നു. ആ കണ്ണുകളിൽ ഞാൻ കണ്ടത് എൻ്റെ ഇളയച്ചൻ്റെ മുഖത്ത് കണ്ട അതേ ഭയാനകമായ ഭാവമാണ്. എൻ്റെ കൈകളിലെ ഏട്ടൻ്റെ ശരീരം ക്രമേണ തണുക്കാൻ തുടങ്ങിയിരുന്നു. എൻ്റെ നിലവിളി കേട്ട് പൂജാമുറിയിൽ നിന്നും അമ്മയും ഓടിയെത്തി. ഏട്ടൻ്റെ അവസ്ഥ കണ്ട് അമ്മ അവിടെ വെച്ച് തന്നെ ബോധം കെട്ട് വീണു. എൻ്റെ കരച്ചിൽ കേട്ട് അടുത്ത വീട്ടിലെ ചിലർ ഓടി വന്നു. അവരെല്ലാവരും ചേർന്ന് ഏട്ടനെയും താങ്ങിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടി. പക്ഷേ 4ാമത്തെ തവണയും വിധി ഞങ്ങളെ തോൽപ്പിച്ചു. ആശുപത്രിയിലെത്തുമ്പോഴേക്കും എൻ്റെ ഏട്ടൻ്റെ ജീവൻ പോയിരുന്നു. 4 മാസം, 4 ജീവനുകൾ, അതും കൃത്യമായി പഞ്ചമി നാളുകളിൽ. ആ രാത്രി പോസ്റ്റ്മോർട്ടം മുറിക്ക് പുറത്ത് തറയിലിരിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ടായിരുന്നില്ല. മനസ്സിലെ സങ്കടം മുഴുവൻ മരവിച്ചു പോയിരുന്നു.
ഒപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭയവും. ഏട്ടൻ്റെ മരണത്തോടെ ആ വലിയ തറവാട്ടിൽ ഞാനും അമ്മയും മാത്രമായി. നാട്ടുകാരും ബന്ധുക്കളും ശവമടക്കിന് ശേഷം വേഗത്തിൽ മടങ്ങി. ഇനി ആ വീട്ടിൽ നിൽക്കുന്നത് അപകടമാണെന്ന് അവർക്ക് തോന്നിയിരിക്കണം. അമ്മ പൂർണ്ണമായും തകർന്നിരുന്നു. സംസാരിക്കാതെയായി, ഭക്ഷണം കഴിക്കാതെയായി. എപ്പോഴും പൂജാമുറിയിലിരുന്ന് വലിയച്ഛൻ്റെയും വലിയമ്മയുടെയും ഇളയച്ഛൻ്റെയും ഏട്ടൻ്റെയും ഫോട്ടോകളിലേക്ക് നോക്കി കരയുക മാത്രം ചെയ്തു. ഞാൻ കലണ്ടറിലേക്ക് നോക്കി. ദിവസങ്ങൾ എണ്ണാൻ തുടങ്ങി. അടുത്ത പഞ്ചമിക്കിനി 29 ദിവസങ്ങൾ കൂടിയുണ്ട്. ഇനി അടുത്തതാരാണ്? ഞാനോ അതോ എൻ്റെ അമ്മയോ? ഈ ചോദ്യം എന്നെ ഒരു നിമിഷം പോലും ഉറങ്ങാൻ അനുവദിച്ചില്ല. ആ വലിയ വീടിൻ്റെ ഓരോ മൂലയിലും മരണം ഞങ്ങളെ കാത്തിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഏട്ടനും കൂടി പോയതോടെ പടിഞ്ഞാറ്റുതൽ തറവാട് അക്ഷരാർത്ഥത്തിൽ എൻ്റെയും അമ്മയുടെയും മാത്രം ജയിലായി മാറി. പുറം ലോകവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. വീടിൻ്റെ ഗേറ്റ് തുറന്ന് ആരും അകത്തേക്ക് വരാറില്ല. ഞങ്ങളുടെ വീടിന് മുന്നിലൂടെ നടന്നു പോകുന്നവർ പോലും വേഗത്തിൽ നടന്നകലും. ആ പഴയ ഗാംഭീര്യമുള്ള തറവാട് ഇപ്പോൾ ഒരു പ്രേതഭവനം പോലെയായി. മുറ്റത്ത് പുല്ല് വളർന്നു തുടങ്ങി. അടച്ചുപൂട്ടിയ ജനലുകൾക്കും വാതിലുകൾക്കും ഉള്ളിൽ ഞാനും അമ്മയും ഓരോ ദിവസവും എണ്ണിത്തീർക്കുകയായിരുന്നു. അമ്മയുടെ അവസ്ഥ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. എപ്പോഴും പൂജാമുറിയിൽ മരിച്ചുപോയവരുടെ ഫോട്ടോകൾക്ക് മുന്നിലിരുന്ന് കരച്ചിൽ തന്നെ. രാത്രിയാകുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്ന് കിടക്കും. ചിലപ്പോൾ ഉറക്കത്തിൽ ഏട്ടനെ വിളിച്ച് നിലവിളിച്ചുകൊണ്ട് എഴുന്നേൽക്കും. എൻ്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. പകൽ സമയങ്ങളിൽ പോലും എനിക്ക് വീടിനുള്ളിൽ ഇരിക്കാൻ പേടിയായിരുന്നു. വലിയച്ഛൻ മരിച്ച പൂമുഖം, വലിയമ്മ വീണ കിണറ്റിൻകര, ഇളയച്ഛൻ മരിച്ച മുറി, ഏട്ടനെ കണ്ടെത്തിയ തെങ്ങിൻ തോപ്പ്, ഈ സ്ഥലങ്ങളിലൊക്കെയും ഞാൻ നോക്കാറ് പോലുമില്ല. ഓരോ സ്ഥലത്തും അവരുടെ മരവിച്ച ശരീരങ്ങളാണ് എൻ്റെ മനസ്സിൽ തെളിയുന്നത്. അടുത്ത പഞ്ചമിക്കിനി 20 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കലണ്ടറിലെ ആ ചുവന്നയക്കം എന്നെ നോക്കി പല്ലുളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇനി ആരാണ്? ഞാനോ അമ്മയോ? ആ രാത്രികളിൽ ഞാൻ ഒരുപാട് ചിന്തിച്ചു. എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം. അമ്മയും കൂട്ടി എങ്ങോട്ടെങ്കിലും ദൂരെ പോയാലോ? പക്ഷേ എങ്ങോട്ട് പോകാൻ? ബന്ധുക്കളാരും ഞങ്ങളെ സ്വീകരിക്കില്ല. അത്രയ്ക്കും ഭയമാണ് അവർക്ക് ഞങ്ങളുടെ കുടുംബത്തെ. ഇതിനിടയിലാണ് എൻ്റെ പഴയ കൂട്ടുകാരൻ വിവേക് എന്നെ കാണാൻ വന്നത്. എൻ്റെ സ്കൂൾ കാലം മുതലുള്ള ചെങ്കാതിയാണ് അവൻ. അവന് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥയൊക്കെ അറിയാമായിരുന്നു. വീട്ടുകാർ വിലക്കിയിരുന്നിട്ടും അവൻ എന്നെ കാണാൻ വന്നത് എനിക്ക് വലിയ ആശ്വാസമായി. എടാ, നീ എന്തിനെങ്ങനെ പേടിച്ചിരിക്കുന്നത്? നമുക്കെന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. അവൻ എൻ്റെ തോളിൽ തട്ടി ധൈര്യം തന്നു. അവനോട് ഞാൻ എൻ്റെ സംശയങ്ങളൊക്കെ പറഞ്ഞു. പഞ്ചമി നാളിലെ മരണങ്ങളെക്കുറിച്ചും അവരൊക്കെ മരിക്കുന്നതിന് മുൻപ് എന്തോ കണ്ട് പേടിച്ചതിനെക്കുറിച്ചുമെല്ലാം ഞാൻ വിശദീകരിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിവേകിൻ്റെ മുഖം ഗൗരവത്തിലായി. അവൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതെയിരുന്നു. ഹരി, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വന്നതാ, അവൻ പതിയെ പറഞ്ഞു. അവൻ്റെ ശബ്ദം വല്ലാതെ താഴ്ന്നിരുന്നു. ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിന്റെ തറവാട്ടിലെ കാര്യങ്ങൾ തന്നെയായിരുന്നു വിഷയം. എൻ്റെ നെഞ്ചെടുപ്പ് കൂടി. അവരെന്താ പറഞ്ഞത് വിവേക്? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. എടാ, ഇത് കേട്ട് നീ പേടിക്കരുത്. എൻ്റെ മുത്തശ്ശി പണ്ട് പറയാറുണ്ടായിരുന്ന ഒരു കാര്യമാണ് അമ്മ അച്ഛനോട് പറഞ്ഞത്. പഞ്ചമി നാളിൽ കുടുംബത്തിലെ കാരണവർക്ക് പെട്ടെന്ന് മരണം സംഭവിച്ചാൽ അത് വെറുമൊരു മരണമല്ല, അത് ചിലപ്പോൾ കുടുംബത്തെ വേട്ടയാടാൻ വരുന്ന വലിയൊരു ദോഷത്തിന് തുടക്കമായിരിക്കാം. അങ്ങനെ ഒരു മരണം സംഭവിച്ചാൽ ഉടൻ തന്നെ പ്രശ്നം വെച്ച് നോക്കി യഥാവധി കർമ്മങ്ങൾ ചെയ്ത് ആ ദോഷം മാറ്റണം. ഇല്ലെങ്കിൽ... വിവേക് പെട്ടെന്ന് നിർത്തി. അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ മടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇല്ലെങ്കിൽ എന്താ വിവേക്, പറ. ഞാൻ അവനെ പിടിച്ചു കുലുക്കി. ഇല്ലെങ്കിൽ ആ ചങ്ങല തുടരും. ആദ്യത്തെ മരണത്തിന് ശേഷം കൃത്യം 1 മാസം കഴിഞ്ഞ് അടുത്ത പഞ്ചമിയിൽ അടുത്തയാൾ. അങ്ങനെ 5 പേർ, 5 ജീവനുകൾ എടുത്താലേ ആ ദോഷം പൂർണ്ണമായും അവസാനിക്കുമെന്നാണ് പറയുന്നത്. വിവേക് അത് പറഞ്ഞു നിർത്തിയതും എൻ്റെ തല കറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. 5 ജീവനുകൾ. അപ്പോൾ ഇത് അവസാനിച്ചിട്ടില്ല. വലിയച്ഛൻ, വലിയമ്മ, ഇളയച്ഛൻ, ഏട്ടൻ, 4 പേര് പോയി. ഇനി ഒരാൾ കൂടി. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ അമ്മ. അടുത്ത പഞ്ചമി നാളിൽ ഞങ്ങളിൽ ഒരാൾ കൂടി മരിക്കും. ഇല്ല, ഇത് സത്യമാവില്ല, ഞാൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല ഹരി. പക്ഷേ നിന്റെ വീട്ടിൽ ഇതുവരെ നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് തള്ളിക്കളയാൻ പറ്റില്ല. 4 മരണങ്ങൾ, 4ഉം ഒരേ രീതിയിൽ. ഇത് യാദൃശികമല്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും പ്രതിവിധി ചെയ്യണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും, വിവേകനെ ഉപദേശിച്ചു.
അവൻ പോയതിനു ശേഷം ഞാനൊരു ഭ്രാന്തനെ പോലെയായി. 5 ജീവനുകൾ. ആ ചിന്ത എന്നെ വീർപ്പ് മുട്ടിച്ചു. ഞാൻ വീണ്ടും കലണ്ടറിലേക്ക് നോക്കി. അടുത്ത പഞ്ചമിക്ക് ഇനി വെറും 15 ദിവസങ്ങൾ മാത്രം. ഇനി എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് താങ്ങാൻ കഴിയില്ല. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, പക്ഷേ അമ്മയെ രക്ഷിക്കണം. എന്ത് വില കൊടുത്തും ഞാൻ അമ്മയെ രക്ഷിക്കും. ഞാൻ തീരുമാനിച്ചു. എനിക്ക് ആരെങ്കിലും ഒരാളെ കണ്ടുപിടിക്കണം, ഈ ദോഷം മാറ്റാൻ കഴിവുള്ള ഒരാളെ. ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചു. ചിലരൊക്കെ ചില ജ്യോത്സ്യന്മാരുടെ പേര് പറഞ്ഞെങ്കിലും ഞങ്ങളുടെ തറവാടിൻ്റെ പേര് കേട്ടപ്പോൾ അവർ വരാൻ തയ്യാറായില്ല. എല്ലാവർക്കും പേടിയായിരുന്നു. ആ ദോഷം അവരെയും ബാധിക്കുമോ എന്നുള്ള പേടി. അവസാനം വിവേക് തന്നെയാണ് എനിക്ക് മറ്റൊരു വഴി പറഞ്ഞു തന്നത്. തെക്കേ മലബാറിലെ പ്രശസ്തനായ തന്ത്രി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിനെ കുറിച്ച്. വലിയ മാന്ത്രികനും താന്ത്രികനുമാണത്രേ അദ്ദേഹം. എത്ര വലിയ ബാധയാണെങ്കിലും അദ്ദേഹം മാറ്റിക്കൊടുക്കും. പക്ഷേ അദ്ദേഹം വളരെ അപൂർവമായി മാത്രമേ വീടുകളിൽ പോയി പൂജകൾ ചെയ്യാറുള്ളൂ. എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ കണ്ട് കാര്യം പറയുക എന്നതായിരുന്നു എൻ്റെ മുന്നിലുള്ള ഒരേയൊരു വഴി. അടുത്ത പഞ്ചമിക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഞാൻ പുലർച്ചെ തന്നെ മലപ്പുറത്തേക്ക് തിരിച്ചു. നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ മനലക്ഷ്യമാക്കി. എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ സഹായം കൂടിയേ തീരൂ. മലപ്പുറത്തെ ആ പഴയ മനയിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ നിറയെ പ്രാർത്ഥനകളായിരുന്നു. വിശാലമായൊരു പറമ്പിൻ്റെ നടുവിലായിരുന്നു നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ ഇല്ലം. പടിപ്പുര കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ വല്ലാത്തൊരു ശാന്തത അനുഭവപ്പെടും. നടുമുറ്റത്ത് വലിയൊരു തുളസിത്തറയുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം പൂജയിലായിരുന്നു. സഹായികളായ 2 പേർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരെന്നോട് പുറത്തെ തിണ്ണയിൽ ഇരിക്കാൻ പറഞ്ഞു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞാണ് പൂജ കഴിഞ്ഞത്. ഈറൻ മാറി ഭസ്മക്കുറി അണിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് വന്നു. കണ്ടാലൊരു 60 വയസ്സ് തോന്നും. വലിയൊരു തേജസ്സുള്ള മുഖം. കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. എന്താ കുട്ടി, എന്താ കാര്യം? അദ്ദേഹം വളരെ ശാന്തമായ സ്വരത്തിൽ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീട് പൊട്ടിക്കരഞ്ഞു. തിരുമേനി, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം. 4 പേർ മരിച്ചു. ഇനി ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി. തൃശ്ശൂരിലെ പടിഞ്ഞാറ്റുതൽ തറവാടാണെന്ന് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചെറിയൊരു മാറ്റമുണ്ടായി. വലിയച്ഛൻ്റെ മരണം, പിന്നീട് ഓരോ മാസവും കൃത്യമായി പഞ്ചമി നാളിൽ നടന്ന വലിയമ്മയുടെയും ഇളയച്ഛൻ്റെയും ഒടുവിലെൻ്റെ ഏട്ടൻ്റെയും മരണങ്ങൾ ഞാൻ വിശദീകരിച്ചു. മരിക്കുന്നതിന് മുൻപ് അവർ കാണിച്ച അസ്വാഭാവികമായ മാറ്റങ്ങളും വിവേക് പറഞ്ഞ ആ 5 ജീവനുകളുടെ കണക്കുമെല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് അദ്ദേഹം ഒന്നും മിണ്ടാതെ കുറച്ചു നേരം ഇരുന്നു. ആ മൗനം എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. തിരുമേനി, എന്തെങ്കിലും ഒരു വഴി, ഞാൻ യാചിച്ചു. കുട്ടി പറയുന്നത് കേട്ടിട്ട് ഇത് വെറും ഒരു സാധാരണ ദോഷമല്ല, നമ്പൂതിരിപ്പാട് ഗൗരവത്തോടെ പറഞ്ഞു. കുടുംബത്തിൻ്റെ കാരണവർ ഒരു പഞ്ചമി നാളിൽ അസ്വാഭാവികമായി മരിക്കുമ്പോൾ തന്നെ പ്രശ്നം വെച്ച് നോക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. അതാണ് ഈ തുടർച്ചയായ മരണങ്ങൾക്ക് കാരണം. 5ാമത്തെ ജീവനിലേക്കാണ് ആ ദോഷം ഇപ്പോൾ നോക്കുന്നത്. അത് ഒന്നെങ്കിൽ നീയാകാം, അല്ലെങ്കിൽ നിൻ്റെ അമ്മ. അടുത്ത പഞ്ചമിക്ക് ഇനി വെറും 4 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ തിരുമേനി. ഞങ്ങളുടെ ഈ ദോഷം മാറ്റാൻ തിരുമേനി വരണം. എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാം. എൻ്റെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ സഹായികളെ നോക്കി, പിന്നെ എന്നെ നോക്കി പറഞ്ഞു. ഞാൻ സാധാരണയായി ഇല്ലത്തിന് പുറത്ത് പോയി പൂജകൾ ചെയ്യാറില്ല, പക്ഷേ ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. 2 ജീവനുകളെങ്കിലും ബാക്കിയുണ്ടല്ലോ, അത് രക്ഷിക്കേണ്ടത് ഒരു കടമയാണ്. ഞാൻ വരാം. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ലഭിച്ച ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അടുത്ത പഞ്ചമിക്ക് 2 ദിവസം മുൻപ് തറവാട്ടിലെത്താമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത് വലിയൊരു പ്രതീക്ഷയോടെയാണ്. അമ്മയോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണുകളിലും ആദ്യമായൊരു തെളിച്ചം കണ്ടു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വരവിനായി കാത്തിരുന്നു. പറഞ്ഞതുപോലെ തന്നെ പഞ്ചമിക്ക് 2 ദിവസം മുൻപ് വൈകുന്നേരത്തോടെ തിരുമേനിയും 2 സഹായികളും ഞങ്ങളുടെ പടിഞ്ഞാറ്റത്തിൽ തറവാട്ടിലെത്തി. ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറുമ്പോൾ തന്നെ അദ്ദേഹം ചുറ്റുപാടും സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവമുണ്ടായിരുന്നു. പൂമുഖത്തിൻ്റെ പടി കടന്ന് വരാന്തയിലേക്ക് കാലെടുത്ത് വച്ചതും അദ്ദേഹം പെട്ടെന്ന് നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വികസിച്ചു. എന്താ തിരുമേനി? ഞാൻ ഭയത്തോടെ ചോദിച്ചു. അദ്ദേഹം ചുറ്റും നോക്കിക്കൊണ്ട് സ്വയം പറയുന്നത് പോലെ മന്ത്രിച്ചു. ഈ വീട്ടിൽ വായുവിന് പോലും ഒരു ഭാരമുണ്ടല്ലോ. അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് കാളി. അദ്ദേഹം തറവാടിൻ്റെ നടുമുറ്റത്തും വലിയച്ഛൻ മരിച്ച പൂമുഖത്തും ഇളയച്ഛൻ മരിച്ച മുറിയിലുമൊക്കെ കയറി പരിശോധിച്ചു. പിന്നീട് വീടിന് പിന്നിലെ കിണറ്റിൻകരയിലും
ഏട്ടനെ കണ്ടെത്തിയ തെങ്ങിൻ തോപ്പിലും പോയി നോക്കി. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഗൗരവം കൂടി വന്നു. വൈകുന്നേരം സന്ധ്യ മയങ്ങിയപ്പോൾ അദ്ദേഹം ഹാളിൽ വലിയൊരു വിളക്ക് കത്തിച്ചു വെച്ചു. അമ്മയും ഞാനും ഭയത്തോടെ മാറി നിന്നു. സഹായികൾ കബഡികൾ നിരത്തി പ്രശ്നചിന്ത തുടങ്ങുകയാണ്. നമ്പൂതിരിപ്പാട് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് കബഡികൾ നിരത്താനും കണക്കുകൂട്ടലുകൾ ചെയ്യാനും തുടങ്ങി. ഓരോ തവണ കബഡികൾ താഴെ വീഴുന്ന ശബ്ദവും ആ നിശബ്ദതയിൽ ഞങ്ങളുടെ നെഞ്ചെടുപ്പ് കൂട്ടി. കുറച്ചു നേരം അങ്ങനെ കഴിഞ്ഞ ശേഷം അദ്ദേഹം കബഡികൾ മാറ്റിവെച്ചു. എന്നിട്ട് ഞങ്ങളെ നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ അപ്പോൾ ഒരു ചെറിയ ഭയമുണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു ദോഷം ബാധിച്ചിട്ടുണ്ട്, അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു. ഇത് സാധാരണ ഒരു ബാധയല്ല. വർഷങ്ങൾക്ക് മുൻപ് ഈ തറവാട്ടിൽ മരിച്ചുപോയ ഏതോ കാരണവരുമായി ബന്ധപ്പെട്ട ഒരു വലിയ ദുർമന്ത്രവാദത്തിൻ്റെ ഫലമാണിത്. അന്നത് പൂർണ്ണമായും മാറ്റാത്തത് കൊണ്ട് അത് ഈ മണ്ണിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ പഞ്ചമി നാളിൽ നിങ്ങളുടെ വലിയച്ഛൻ അറിയാതെ ആ ദോഷത്തെ ഉണർത്തിപ്പെട്ടു. ആദ്യത്തെ മരണം നടന്നപ്പോൾ തന്നെ അത് ആവാഹിച്ച് മാറ്റാത്തതാണ് ഇത്രയും ദുരന്തങ്ങൾക്ക് കാരണമായത്. അമ്മ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീണു. എൻ്റെ കുട്ടിയെ കൊണ്ടുപോയില്ല ഈ ശാപം. അമ്മ വാവിട്ട് കരഞ്ഞു. കരഞ്ഞിട്ട് കാര്യമില്ല, തിരുമേനി അമ്മയെ സമാധാനിപ്പിച്ചു. ഇപ്പോൾ ഈ ദോഷം 5ാമത്തെ ജീവനിലേക്ക് എത്തി നിൽക്കുകയാണ്. അത് പൂർണ്ണമാകാൻ ഒരു ജീവൻ കൂടി വേണം. അതെത്തുന്നതിന് മുൻപ് തടഞ്ഞേ പറ്റൂ. അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് തിരുമേനി? ഞാൻ ചോദിച്ചു. നാളെയാണ് അടുത്ത പഞ്ചമി, അതായത് കേവലം 24 മണിക്കൂറുകൾ മാത്രം ബാക്കി. വഴി ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്പൂതിരിപ്പാട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അതിശക്തമായ മഹാസുദർശന ഹോമവും ഭദ്രകാളി സേവയും നടക്കണം. നാളെ രാത്രി പഞ്ചമി തുടങ്ങുന്ന സമയം മുതൽ പിറ്റേന്ന് പുലർച്ചെ വരെ ഹോമം നടക്കണം. ആ ഹോമകുണ്ടത്തിന് മുൻപിൽ നിങ്ങൾ 2 പേരും ഇരിക്കണം. ഒരു കാരണവശാലും ഭയം കാരണം അവിടെ നിന്ന് എഴുന്നേൽക്കരുത്. എഴുന്നേറ്റാൽ പിന്നെ ആ ദോഷത്തെ തടയാൻ എനിക്കോ മറ്റാർക്കെങ്കിലുമോ കഴിയില്ല. ഞാനും അമ്മയും സമ്മതിച്ചു. ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഇതിലും വലിയ പരീക്ഷണങ്ങൾ നേരിടാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. ഹോമത്തിന് ആവശ്യമായ സാധനങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തിരുമേനിയുടെ സഹായി എനിക്ക് തന്നു. രക്തചന്ദനം, കറുത്ത എള്ള്, കടുക്, പ്രത്യേകതരം മൂലികകൾ, പലതരം പൂക്കൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. രാത്രി മുഴുവൻ ഞാൻ തൃശ്ശൂരിലെ കടകളിൽ കയറിയിറങ്ങി അവയെല്ലാം സംഘടിപ്പിച്ചു. പിറ്റേന്ന് പകൽ മുഴുവൻ വലിയൊരു ഒരുക്കത്തിലായിരുന്നു ഞങ്ങളുടെ തറവാട്. നടുമുറ്റത്ത് ഹോമകുണ്ടമൊരുക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളിലെ ഭയം ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രിയാണ് ആ പഞ്ചമി, ഞങ്ങളുടെ ജീവൻ്റെ അവസാനത്തെ പരീക്ഷണം. പഞ്ചമി നാളിലെ പകൽ വലിയൊരു ഭീതിയോടെയാണ് കടന്നു പോയത്. വീടിനുള്ളിൽ എവിടെ നോക്കിയാലും ഹോമത്തിനുള്ള ഒരുക്കങ്ങളായിരുന്നു. മുറ്റത്ത് വാഴപ്പിണ്ടിയും കുരുത്തോലകളും കൊണ്ടുള്ള തോരണങ്ങൾ കെട്ടിയിരുന്നു. വീടിൻ്റെ നടുമുറ്റത്ത് കരിങ്കല്ല് പാകിയ തറയിൽ ചുവന്ന മണ്ണും ഇഷ്ടികയും ഉപയോഗിച്ച് വലിയൊരു ഹോമകുണ്ടം പണിതു. ചുറ്റും പല നിറത്തിലുള്ള പൊടികൾ കൊണ്ട് ഭദ്രകാളിയുടെ വലിയൊരു കളം എഴുതി. തിരുമേനിയുടെ സഹായികൾ യാതൊരു വിശ്രമവുമില്ലാതെ പണിയിലായിരുന്നു. നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അന്ന് പകൽ മുഴുവൻ പൂജാമുറിയിലായിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്ന് എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിക്കുന്നത് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇന്നലെ കണ്ടതിനേക്കാൾ വലിയൊരു ഗൗരവമുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അദ്ദേഹം പുറത്തു വന്ന് നടുമുറ്റത്തെ ഒരുക്കങ്ങൾ പരിശോധിക്കും. എന്തോ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് പോലെ തോന്നി എനിക്ക്. വൈകുന്നേരമായപ്പോൾ വീടിൻ്റെ അന്തരീക്ഷം വല്ലാതെ മാറി തുടങ്ങി. ആകാശം ഇരുട്ട് കൂടി. മഴക്കാറില്ലാതിരുന്നിട്ടും വലിയൊരു മൂടിക്കെട്ടിയ അവസ്ഥ. പറമ്പിലെ കാക്കകൾ ഒന്നടങ്കം വലിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് പറന്നുപോയി. മുറ്റത്തെ നായ്ക്കൾ എവിടെയോ പോയി ഒളിച്ചു. തറവാടിന് ചുറ്റും ഒരു വല്ലാത്ത നിശബ്ദത പടർന്നു. സന്ധ്യ മയങ്ങുന്നതിന് മുൻപ് നിങ്ങൾ 2 പേരും കുളിച്ച് ഈറൻ വസ്ത്രങ്ങൾ ധരിച്ച് വരണം, തിരുമേനി എന്നോടും അമ്മയോടും പറഞ്ഞു. ഞാൻ വേഗത്തിൽ പോയി കുളിച്ചു. വെള്ളത്തിന് അസാധാരണമായ തണുപ്പുണ്ടായിരുന്നു. എൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അമ്മയും കുളിച്ചു വന്നു. ഞങ്ങൾ 2 പേരും വെളുത്ത ഈറൻ വസ്ത്രമണിഞ്ഞ് നടുമുറ്റത്തേക്ക് വന്നു. ഹോമകുണ്ടത്തിന് ചുറ്റും നിരവധി ചിരാതുകൾ കത്തിച്ചു വെച്ചിരുന്നു. ആ വെളിച്ചത്തിൽ കളമെഴുതിയ ഭദ്രകാളിയുടെ രൂപം കൂടുതൽ രൗദ്രമായി തോന്നി. രാത്രി 8 മണിയായി. പഞ്ചമി തുടങ്ങുന്ന സമയം. നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് വലിയൊരു രുദ്രാക്ഷമാലയും ധരിച്ച് ഹോമകുണ്ടത്തിന് മുൻപിൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വലതുവശത്തായി ഒരു വലിയ പാത്രത്തിൽ തീർത്ഥജലം വെച്ചിരുന്നു. ഇടതുവശത്ത് പലതരം പൂക്കളും അർച്ചനയ്ക്കുള്ള സാധനങ്ങളും. ഞങ്ങളോട് അദ്ദേഹത്തിൻ്റെ എതിർവശത്തായി ഹോമകുണ്ടത്തിന് നേരെ ഇരിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ഇനി എന്ത് സംഭവിച്ചാലും എന്ത് കണ്ടാലും കേട്ടാലും ഈ തറയിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കരുത്. കണ്ണുകൾ അടച്ചിരിക്കണം. നിങ്ങളുടെ ജീവൻ ഇപ്പോൾ ആ ഹോമാഗ്നിയിലാണ്, തിരുമേനി കർശനമായി പറഞ്ഞു.
ഞാനും അമ്മയും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചിരുന്നു. എൻ്റെ നെഞ്ചെടുപ്പ് വളരെ കൂടുതലായിരുന്നു. അമ്മ വിറയ്ക്കുന്നുണ്ടായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. തിരുമേനി മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ആദ്യമൊക്കെ വളരെ പതുക്കെയായിരുന്നു ആ മന്ത്രജപങ്ങൾ. പിന്നീട് അതിൻ്റെ വേഗതയും ശബ്ദവും കൂടി വന്നു. സഹായികൾ ഹോമകുണ്ടത്തിലേക്ക് നെയ്യും ചന്ദനമുട്ടികളും ഇട്ടുകൊണ്ടിരുന്നു. തീജ്വാലകൾ പതിയെ ഉയരാൻ തുടങ്ങി. രാത്രി 10 മണിയായപ്പോൾ തന്നെ വീടിനുള്ളിൽ വല്ലാത്തൊരു മാറ്റം എനിക്ക് അനുഭവപ്പെട്ടു. അതുവരെ ഒട്ടും കാറ്റില്ലാതിരുന്ന അന്തരീക്ഷത്തിൽ പെട്ടെന്ന് വലിയൊരു കാറ്റ് വീശാൻ തുടങ്ങി. വീടിൻ്റെ ജനലുകളും വാതിലുകളും കാറ്റിൽ വലിയ ശബ്ദത്തോടെ അടഞ്ഞും തുറന്നും കൊണ്ടിരുന്നു. നടുമുറ്റത്ത് മുകളിൽ തുറന്നു കിടക്കുന്ന ഭാഗത്തോടെ കാറ്റ് ശക്തിയായി ഉള്ളിലേക്ക് അടിച്ചു കയറി. പക്ഷേ ആ കാറ്റിലും ഹോമകുണ്ടത്തിലെ തീജ്വാലകൾക്ക് ഒരു അനക്കവുമുണ്ടായിരുന്നില്ല. അത് നേരെ മുകളിലേക്ക് തന്നെ കത്തിക്കൊണ്ടിരുന്നു. തിരുമേനിയുടെ ശബ്ദം ആ കാറ്റിനേക്കാൾ വലിയ രീതിയിൽ മുഴങ്ങിക്കേട്ടു. അദ്ദേഹം കറുത്തയെള്ളും കടുകും ഹോമാഗ്നിയിലേക്ക് എറിയുമ്പോൾ വലിയ ശബ്ദത്തോടെ അത് പൊട്ടിച്ചിതറുന്നുണ്ടായിരുന്നു. സമയം രാത്രി 12 മണിയോടടുത്തു. എൻ്റെ കണ്ണുകൾ ഇറുകെ അടച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇളയച്ചൻ മരിച്ച ദിവസം ഞാൻ അനുഭവിച്ച അതേ ദുർഗന്ധം വീടിനുള്ളിൽ പടരുന്നത് ഞാൻ അറിഞ്ഞു. പഴയ തുളസിയിലെയും അഴുകിയ മണ്ണും ചേർന്ന പോലെയുള്ള ആ ഗന്ധം എൻ്റെ ശ്വാസകോശത്തിലേക്ക് ഇരച്ചു കയറി. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അതോടൊപ്പം വീടിൻ്റെ മേൽക്കൂരയിലെ പഴയ ഓടുകൾക്ക് മുകളിലൂടെ ആരോ വലിയ കാൽച്ചുവടുകളോടെ നടന്നു പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. വലിയ ഭാരമുള്ള എന്തോന്ന് മേൽക്കൂരയിലൂടെ നടക്കുന്നത് പോലെ. ആ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലെ ഭയം എന്നെ തളർത്തി കളഞ്ഞു. ഞാൻ അറിയാതെ കണ്ണു തുറന്നു പോയി. ഞാൻ കണ്ട കാഴ്ച എൻ്റെ സിരകളിലെ രക്തം മരവിപ്പിക്കുന്നതായിരുന്നു. നടുമുറ്റത്തിൻ്റെ മുകളിലെ തുറന്ന ഭാഗത്തൂടെ ആകാശത്തേക്ക് നോക്കി ഞാൻ കണ്ടത് കനത്ത ഇരുട്ടാണ്. പക്ഷേ ആ ഇരുട്ടിൽ തിളങ്ങുന്ന 2 ചുവന്ന കണ്ണുകൾ ഞങ്ങളെ നോക്കി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. അത് വെറുമൊരു തോന്നലായിരുന്നില്ല. ആ കണ്ണുകളിൽ ക്രൂരമായൊരു ഭാവം ഉണ്ടായിരുന്നു. കണ്ണടക്കിയ കുട്ടി, തിരിഞ്ഞു നോക്കരുത്, തിരുമേനി അലറി. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ആദ്യമായൊരു ചെറിയ പതർച്ചയുണ്ടായിരുന്നു. ഞാൻ വേഗത്തിൽ കണ്ണുകൾ അടച്ചു. പക്ഷേ ആ ഭയം എന്നെ വിട്ടുമാറിയില്ല. മേൽക്കൂരയിലെ ആ നടത്തം ഇപ്പോൾ പൂമുഖത്തെ വരാന്തയിലായി. വലിയ കാൽവെപ്പുകൾ വരാന്തയിലൂടെ നടന്നു നീങ്ങുന്ന ശബ്ദം. ഇടയ്ക്കിടെ വാതിലുകളിൽ ആരോ ശക്തിയായി അടിക്കുന്ന ശബ്ദവും കേൾക്കാം. എൻ്റെ ഏട്ടൻ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മ വന്നു. രാത്രികളിൽ വരാന്തയിലൂടെ ആരോ നടക്കുന്നുണ്ട്. അതെ, അതത് തന്നെ. ആ അദൃശ്യശക്തി ഇപ്പോൾ ഞങ്ങളുടെ വളരെ അടുത്താണ്. പെട്ടെന്നാണ് എൻ്റെ തൊട്ടടുത്തിരുന്ന അമ്മയുടെ ശരീരത്തിൽ അസ്വാഭാവികമായ മാറ്റങ്ങളുണ്ടാകാൻ തുടങ്ങിയത്. അമ്മ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. സാധാരണ ഒരു പേടി കൊണ്ടുള്ള വിറയിലായിരുന്നില്ല അത്. വലിയൊരു അപസ്മാരം വന്നതുപോലെ അമ്മയുടെ ശരീരം ഇളകാൻ തുടങ്ങി. ഞാൻ പേടിയോടെ അമ്മയെ നോക്കി. അമ്മയുടെ കണ്ണുകൾ തുറന്നിരുന്നു. പക്ഷേ ആ കണ്ണുകളിൽ കൃഷ്ണമണികൾ ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും വെള്ള നിറത്തിലുള്ള 2 ഗോളങ്ങൾ. അമ്മയുടെ മുഖത്തെ പേശികൾ വല്ലാതെ വലിഞ്ഞു മുറുകിയിരുന്നു. ചുണ്ടുകൾ കോടിപ്പോയിരുന്നു. അടുത്ത നിമിഷം അമ്മയുടെ തൊണ്ടയിൽ നിന്ന് അപരിചിതമായ പരുക്കനായ ഒരു അലർച്ച പുറത്തു വന്നു. അത് എൻ്റെ അമ്മയുടെ ശബ്ദമായിരുന്നില്ല. ഒരു മൃഗത്തിൻ്റെ പോലെയുള്ള ഭയാനകമായ ശബ്ദം. അമ്മ ഹോമകുണ്ടത്തിന് നേരെ കൈകൾ നീട്ടി അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഞാൻ വേഗത്തിൽ അമ്മയുടെ കൈകൾ പിടിച്ചു വെച്ചു. പക്ഷേ എൻ്റെ അമ്മയ്ക്കപ്പോൾ അസാമാന്യമായ ശക്തി ഉണ്ടായിരുന്നു. എൻ്റെ കൈകളെ ഒരു ചെറിയ കുരുത്തോല പോലെ അമ്മ തട്ടിമാറ്റി. ഹരി, തുടരുത്, അവിടെ തന്നെ ഇരിക്കെ, തിരുമേനി ഉറക്കെ വിളിച്ച് പറഞ്ഞു. അദ്ദേഹം തൻ്റെ വലതു കൈയിൽ ദർഭപുല്ല് തീർത്ഥത്തിലേക്ക് മുക്കി എന്തോ മന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയുടെ നേർക്ക് ശക്തിയായി തളിച്ചു. തീർത്ഥജലം അമ്മയുടെ ദേഹത്ത് വീണതും ചുട്ടുപഴുത്ത ഇരുമ്പിൽ വെള്ളം വീഴുന്നത് പോലെയുള്ള ഒരു ശബ്ദമാണ് ആ നടുമുറ്റത്ത് മുഴങ്ങിയത്. അമ്മയുടെ തൊണ്ടയിൽ നിന്നും ഹൃദയം പിളർക്കുന്ന തികച്ചും അമാനുഷികമായ വലിയൊരു നിലവിളി ഉയർന്നു. അത് കേട്ട് എൻ്റെ കാതുകൾ അടഞ്ഞു പോകുന്നത് പോലെ തോന്നി. ആ അലർച്ചയുടെ ശക്തിയിൽ നടുമുറ്റത്തെ വിളക്കുകളിലെ ജ്വാലകൾ പോലും ഒന്ന് വിറച്ചു. അമ്മ പുറകോട്ടേക്ക് ആഞ്ഞുപോയി. എന്നിട്ട് കരികൽ പാകിയ തറയിൽ കടന്ന് വല്ലാതെ പിടയാൻ തുടങ്ങി. വെള്ളത്തിൽ നിന്നെടുത്ത മീൻ പടയുന്നത് പോലെ. യാതൊരു നിയന്ത്രണവുമില്ലാതെ ആ ശരീരം തറയിലിടിച്ച് പിടയുകയായിരുന്നു. എൻ്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. എന്നെ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന, എനിക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറായ എൻ്റെ അമ്മയാണ് ആ കിടക്കുന്നത്. വലിയച്ഛനും ഏട്ടനുമൊക്കെ പോയപ്പോൾ ആ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി എനിക്ക് ധൈര്യം തന്ന എൻ്റെ അമ്മ. ആ മുഖം ഇപ്പോൾ പൂർണ്ണമായും വികൃതമായിരിക്കുന്നു. ചുണ്ടുകൾ കൂടി, പല്ലുകൾ പുറത്ത് കാണിച്ച്
കണ്ണുകളിലെ കൃഷ്ണമണികൾ മറിഞ്ഞ് പൂർണ്ണമായും വെള്ള നിറമായി മാറിയ ആ മുഖം കണ്ടാൽ ആർക്കും ഭയം തോന്നും. ഞാൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോകാൻ മുന്നോട്ടാഞ്ഞു. അമ്മേ, എൻ്റെ ഹൃദയം പൊട്ടുകയായിരുന്നു. സ്വന്തം അമ്മ ഇങ്ങനെ പിടയുന്നത് കാണാൻ ഏത് മകനാണ് കഴിയുക? പക്ഷേ തിരുമേനിയുടെ കടുത്ത ശബ്ദം എന്നെ തടഞ്ഞു. ഹരി, അനങ്ങരുത്. നീ ആ തറയിൽ നിന്ന് ഒരു വിരൽപ്പാട് മാറിയാൽ പിന്നെ നിൻ്റെ അമ്മയെ എനിക്ക് ജീവനോടെ തിരിച്ചു കിട്ടില്ല. അത് നിൻ്റെ അമ്മയല്ലിപ്പോൾ. വർഷങ്ങളായി ഈ തറവാട്ട് പറമ്പിൽ ഉറങ്ങിക്കിടന്ന ആ ശാപമാണ് നിന്റെ കാരണവന്മാർ ചെയ്ത ഏതോ വലിയ തെറ്റിൻ്റെ ഫലം. തിരുമേനിയുടെ ആ വാക്കുകൾ എന്നെ ആ തറയിൽ തന്നെ തറപ്പിച്ചു നിർത്തി. എൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ 2 കൈകളും കൂപ്പി കണ്ണുകൾ ഇറുക്കിയറച്ച് എൻ്റെ ഇഷ്ടദേവന്മാരെയെല്ലാം മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ഗുരുവായൂരപ്പ, എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു തരണേ. ഈ ദോഷത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അമ്മ തറയിൽ നിന്ന് കഴിഞ്ഞ് ഹോമകുണ്ടത്തിൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചു. 4 കാലിൽ ഒരു വന്യമൃഗത്തെ പോലെയാണ് അമ്മ ഇഴഞ്ഞു വന്നത്. അമ്മയുടെ കണ്ണുകൾ ഇപ്പോൾ എന്നെയും തിരുമേനിയെയും മാറി മാറി നോക്കുകയാണ്. പെട്ടെന്ന് ആ അദൃശ്യശക്തി അമ്മയുടെ തൊണ്ടയിലൂടെ സംസാരിക്കാൻ തുടങ്ങി. അത് വ്യക്തമായ മലയാളമായിരുന്നില്ല. അതിൽ കടുത്ത ദേഷ്യവും പകയും നിറഞ്ഞു നിന്നിരുന്നു. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അമ്മയുടെ ചുണ്ടുകളിൽ നിന്ന് വാക്കുകൾ പുറത്തു വന്നു. നിങ്ങളെ ഞാൻ വിടില്ല. നിങ്ങളെൻ്റെ ഇരകളാണ്. ഈ തറവാട്ടിലെ അവസാന തരിയെയും ഞാൻ ഇല്ലാതാക്കും. അന്ന് എന്നെ ചതിച്ചവന്മാരുടെ ചോരയാണ് നിങ്ങൾ. എല്ലാവരെയും ഞാൻ കൊണ്ടുപോകും. ആ ആലർഷയിൽ പടിഞ്ഞാറ്റത്തിൽ തറവാടിൻ്റെ ഇരുണ്ട ചരിത്രത്തിലെ ഏതോ വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഈ ഭീഷണികൾ കേട്ടിട്ടും നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഒട്ടും കുലുങ്ങിയില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഗൗരവം ഒന്നുകൂടി വർദ്ധിക്കുകയേ ചെയ്യുന്നുള്ളൂ. അദ്ദേഹം തൻ്റെ പൂജയുടെ വേഗത കൂട്ടി. അദ്ദേഹത്തിൻ്റെ സഹായികൾ ഭയന്നു വരയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും അവർ ഇടതടവില്ലാതെ ഹോമകുണ്ടത്തിലേക്ക് നെയ്യും ചമ്മതയും ഇട്ടുകൊണ്ടിരുന്നു. ഹോമാഗ്നി ആളിക്കത്തി. നടുമുറ്റത്തെ ആ ചെറിയ സ്ഥലത്ത് തീജ്വാലകൾക്ക് അസാധാരണമായ ഉയരമുണ്ടായിരുന്നു. അതിൽ നിന്നും പുറത്തു വരുന്ന ചൂട് എൻ്റെ ശരീരത്തെ പൊള്ളിക്കുന്നത് പോലെ തോന്നി. ഹോമകുണ്ടത്തിലേക്ക് തിരുമേനി കറുത്തയെള്ളും കടുകും വാരിയെറിയുമ്പോൾ വലിയ പടക്കം പൊട്ടുന്നത് പോലെയുള്ള ശബ്ദമാണ് ഉണ്ടായത്. അന്തരീക്ഷത്തിലെ ആ അഴുകിയ ഗന്ധം മാറി ഇപ്പോൾ മാംസം കരിയുന്നത് പോലെയുള്ള ഒരു രൂക്ഷഗന്ധം പടർന്നു. വീടിൻ്റെ ജനലുകളും വാതിലുകളും അപ്പോഴും വലിയ ശബ്ദത്തിൽ അടഞ്ഞും തുറന്നും കൊണ്ടിരുന്നു. തറവാടിൻ്റെ മരത്തോടുകൾ പോലും ഈ വലിയ ഊർജ്ജപ്രവാഹത്തിൽ വിറയ്ക്കുന്നത് പോലെ തോന്നി. മേൽക്കൂരയിൽ നിന്ന് പൊടികൾ താഴേക്ക് വീണുകൊണ്ടിരുന്നു. നടുമുറ്റത്തിൻ്റെ മുകളിൽ ആ തുറന്ന ആകാശത്ത് വീണ്ടും ആ 2 ചുവന്ന കണ്ണുകൾ ഞാൻ കണ്ടു. ഇത്തവണ അത് കൂടുതൽ അടുത്തായിരുന്നു. വലിയൊരു കറുത്ത പുക പോലെയുള്ള രൂപം നടുമുറ്റത്തേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കുന്നത് പോലെ. ഹോമകുണ്ടത്തിൽ നിന്നുള്ള തീജ്വാലകൾ അതിനെ തടഞ്ഞു നിർത്തുകയായിരുന്നു. അമ്മ താഴെ കടന്ന് വല്ലാതെ ഞരങ്ങുകയും ഇടയ്ക്ക് കൈ നിലത്തടിച്ച് വലിയ ശബ്ദത്തിൽ കരയുകയും ചെയ്തു. എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് രക്തം വേണം. അമ്മയുടെ വായിൽ നിന്നും ആ വാക്കുകൾ വീണ്ടും പുറത്തു വന്നപ്പോൾ എൻ്റെ ബോധം മറഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നി. നിന്റെ ദാഹം തീർക്കാനുള്ള സമയമായി. ഈ ശരീരത്തിൽ നിന്ന് പുറത്തു വാ, നമ്പൂതിരിപ്പാട് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം തൻ്റെ മുന്നിലിരുന്ന ഭദ്രകാളിയുടെ കളത്തിലേക്ക് കുങ്കുമവും രക്തചന്ദ്രവും വാരിയെറിഞ്ഞു. ഭദ്രകാളി സേവ അതിൻ്റെ കൊടുമുടിയിലെത്തിയിരുന്നു. അദ്ദേഹം തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും അല്പം മുന്നോട്ടാഞ്ഞ് വലത് കൈയിലുള്ള ദർഭപ്പുല്ല് ഹോമകുണ്ടത്തിലെ തീജ്വാലകൾക്ക് മുകളിലൂടെ വീശി. അതോടൊപ്പം അദ്ദേഹം ഉരുവിട്ട മന്ത്രങ്ങൾക്ക് ഒരു യുദ്ധകാഹളത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. അക്ഷരലക്ഷം ഉരുവിട്ട് സിദ്ധി വരുത്തിയ മഹാസുദർശന മന്ത്രം. ആ മന്ത്രത്തിൻ്റെ ഓരോ വരികൾക്കും വീടിൻ്റെ ചുമരുകളെപ്പോലും ഭേദിക്കാൻ ശക്തിയുള്ളതുപോലെ എനിക്ക് തോന്നി. ആ മന്ത്രധ്വനി കേട്ടതോടെ അമ്മയുടെ ശരീരത്തിലെ പിടച്ചിൽ കൂടുതൽ രൂക്ഷമായി. പെട്ടെന്ന് അവിശ്വസനീയമായ ഒരു കാര്യം സംഭവിച്ചു. അമ്മ തറയിൽ നിന്നും ഒറ്റയടിക്ക് എഴുന്നേറ്റു. ഹോമകുണ്ടത്തിലേക്ക് ചാടാൻ ശ്രമിച്ചു. സ്വന്തം ശരീരത്തെ തീയിലിട്ട് നശിപ്പിക്കാനുള്ള ആ അദൃശ്യ ശക്തിയുടെ ശ്രമം. ഞാൻ അറിയാതെ ഉച്ചത്തിൽ അലറിപ്പോയി. പക്ഷേ തീജ്വാലകൾക്ക് ചുറ്റും അദൃശ്യമായ എന്തോ ഒരു വേലിയുള്ളതുപോലെ അമ്മ അതിൽ തട്ടി തെറിച്ചു വീണു. ഹോമകുണ്ടത്തിൻ്റെ ചൂട് അമ്മയെ പിന്നോട്ട് തള്ളുകയായിരുന്നു. തിരുമേനി തീർത്ത ആ മന്ത്രവേലിയെ മറികടക്കാൻ ആ കറുത്ത ശക്തിക്ക് കഴിയുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. തിരുമേനിയുടെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നെങ്കിലും ആ മുഖത്തെ തേജസ് ആ തീജ്വാലകളേക്കാൾ തിളക്കമുള്ളതായിരുന്നു. ആ സമയം കാറ്റിൻ്റെ ഗതി പെട്ടെന്ന് മാറി. അതുവരെ പുറത്തുനിന്നും വീടിനുള്ളിലേക്ക് വീശിയടിച്ചിരുന്ന കാറ്റിപ്പോൾ നടുമുറ്റത്തു നിന്ന് പുറത്തേക്ക് വീശാൻ തുടങ്ങി.
വീടിൻ്റെ മേൽക്കൂരയിലുണ്ടായിരുന്ന ആ വലിയ കാൽവെപ്പുകളുടെ ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി. ഇത്തവണ അത് ദേഷ്യം കൊണ്ട് തറയിലടിക്കുന്നത് പോലെയാണ് തോന്നിയത്. വീടിൻ്റെ പുറത്ത് മുറ്റത്തെ മരങ്ങൾ വലിയ ശബ്ദത്തിൽ ഓടിയുന്ന ഒച്ച ഞങ്ങൾ കേട്ടു. തിരുമേനി വലിയൊരു മന്ത്രത്തകട് കയ്യിലെടുത്തു. അതിൽ എന്തൊക്കെയോ യന്ത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ തകട് ഹോമാഗ്നിയിലേക്ക് കാണിച്ചുകൊണ്ട് സുദർശന ചക്രത്തെ ആവാഹിക്കാനുള്ള അവസാനത്തെ മന്ത്രം ജപിക്കാൻ തുടങ്ങി. മന്ത്രജപത്തിൻ്റെ ശക്തി ഉച്ചസ്ഥായിലെത്തിയ നിമിഷം തറവാടിൻ്റെ ഭൂമുഖത്തെ വലിയ മരവാതിൽ വലിയൊരു ശബ്ദത്തോടെ തകർന്നു വീഴുന്ന ഒച്ച ഞങ്ങൾ കേട്ടു. ആരെങ്കിലും കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ചതുപോലെയുള്ള ശബ്ദം. ഇരുട്ടിൽ നിന്ന് എന്തോ വലിയൊരു ഭീകര ശബ്ദം വീട്ടിനുള്ളിലേക്ക് കടന്നു വരികയായിരുന്നു. വാതിൽ തകർന്നു വീണ ആ ഒച്ചയോടൊപ്പം വീടിൻ്റെ ഹാളിലെ പഴയ വലിയ കണ്ണാടിയും വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. ഇനി എന്ത് സംഭവിക്കുമെന്നറിയാതെ ഞാൻ ഹോമകുണ്ടത്തിന് മുന്നിൽ ജീവച്ചവം പോലെ ഇരുന്നു. പോരാട്ടം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. പൂമുഖത്തെ വലിയ മരവാതിൽ തകർന്നു വീണ ആ വലിയ ശബ്ദത്തിൽ എൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. ഹാളിലെ വലിയ കണ്ണാടി പൊട്ടിത്തെറിച്ചതിൻ്റെ ചില്ലുകൾ നടുമുറ്റത്തിൻ്റെ പടിവരെ തെറിച്ചു വീണു. എൻ്റെ സിരകളിലെ രക്തം പൂർണ്ണമായും മരവിച്ചു പോകുന്നത് പോലെ എനിക്ക് തോന്നി. നടുമുറ്റത്ത് തിരികെ നിൽക്കുന്ന ഹോമകുണ്ടത്തിൻ്റെ വെളിച്ചമല്ലാതെ വീടിനുള്ളിൽ മറ്റ് വെളിച്ചങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ കണ്ടു ഹാളിൽ നിന്നും നടുമുറ്റത്തേക്ക് നീങ്ങി വരുന്ന ആ ഭയാനകമായ രൂപം. ഒരു മനുഷ്യൻ്റെ ആകൃതിയോ മുഖമോ അതിനുണ്ടായിരുന്നില്ല. വലിയൊരു കറുത്ത പുകച്ചുരുൾ പോലെ. ആ രൂപം അടുത്തേക്ക് വരുന്തോറും വീടിനുള്ളിൽ അസഹനീയമായ ഒരു തണുപ്പ് പടരാൻ തുടങ്ങി. അതുവരെ ഹോമകുണ്ടത്തിന് സമീപം നിന്ന് പൂജകൾക്ക് സഹായിച്ചിരുന്ന തിരുമേനിയുടെ 2 സഹായികളും ഭയം താങ്ങാനാകാതെ പിന്നോട്ട് മാറി. പരസ്പരം കെട്ടിപ്പിടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അവരുടെ ചുണ്ടുകൾ ഭയം കൊണ്ട് വിളറിയിരുന്നു. ഈ ലോകത്തുള്ള യാതൊന്നിനും ആ നിമിഷത്തിലെ എൻ്റെ ഭയത്തെ അളക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഒരടി പോലും പിന്നോട്ട് മാറിയില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അല്പം പോലും ഭയമുണ്ടായിരുന്നില്ല. മറിച്ച് കടുത്ത ദേഷ്യവും ദൃഢനിശ്ചയവും മാത്രമായിരുന്നു. ഇറങ്ങിപ്പോ, ഇടിമുഴക്കം പോലെ നമ്പൂതിരിപ്പാടലറി. ആ രൂപം നടുമുറ്റത്തേക്ക് കടക്കാൻ ശ്രമിച്ചുവെങ്കിലും ഹോമകുണ്ടത്തിന് ചുറ്റുമുള്ള അദൃശ്യമായ മന്ത്രവേലി അതിനെ തടഞ്ഞു നിർത്തി. അത് ഹോമകുണ്ടത്തിന് ചുറ്റും വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങി. ഇടയ്ക്ക് അതെൻ്റെ നേർക്ക് പാഞ്ഞു വരാൻ ശ്രമിച്ചു. ഞാൻ അമ്മയെന്ന് വിളിച്ച് കണ്ണുകൾ ഇറക്കിയറച്ച് തറയിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. ആ കറുത്ത പുക എന്നെ സ്പർശിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഹോമാഗ്നിയിൽ നിന്ന് വലിയൊരു തീപ്പൊരി ഉയർന്ന് അതിനെ പിന്നിലോട്ട് തള്ളുകയായിരുന്നു. ആ സമയം താഴെ കിടക്കുന്ന എൻ്റെ അമ്മയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ആ ദൃശ്യശക്തി അമ്മയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാൻ വിസമ്മതിക്കുകയായിരുന്നു. അമ്മയുടെ വായിൽ നിന്ന് നേരിയ തോതിൽ രക്തം വരുന്നുണ്ടായിരുന്നു. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അമ്മയുടെ തൊണ്ടയിൽ നിന്ന് അപ്പോഴും ആ പരുക്കൻ ശബ്ദം അലറിക്കൊണ്ടിരുന്നു. ഞാൻ പോകില്ല, എൻ്റെ ഇരയാണ്, ഇവളെ ഞാൻ കൊണ്ടുപോകും, ഇവളുടെ ചോര എനിക്ക് വേണം. അമ്മ സ്വന്തം കൈകൾ കൊണ്ട് കഴുത്തിൽ ഞെരിക്കാൻ ശ്രമിച്ചു. ആ ദുഷ്ടശക്തി അമ്മയെ കൊണ്ട് തന്നെ അമ്മയുടെ ജീവനെടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ കരഞ്ഞുകൊണ്ട് മുന്നോട്ടാഞ്ഞെങ്കിലും തിരുമേനിയുടെ തീക്ഷ്ണമായ നോട്ടം എന്നെ തടഞ്ഞു. നിന്റെ സമയം കഴിഞ്ഞു, ഈ മണ്ണിൽ ഇനി നിനക്ക് സ്ഥാനമില്ല. നമ്പൂതിരിപ്പാട് അത്യുച്ചത്തിൽ മന്ത്രിച്ചു. അദ്ദേഹം തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തീജ്വാല പോലെ ചുവന്നിരുന്നു. കഴുത്തിലെ രുദ്രാക്ഷമാല വിറയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഭദ്രകാളിയുടെ കളത്തിൽ നിന്ന് ഒരു പിടി ഭസ്മവും കുങ്കുമവും എടുത്ത് തൻ്റെ കയ്യിലുള്ള മന്ത്രത്തകടിലേക്കിട്ടു. എന്നിട്ട് ആ തകട് തൻ്റെ ഇരുകൈകളിലും ഉയർത്തിപ്പിടിച്ച് പൂർണ്ണശക്തിയോടെ മഹാസുദർശന മന്ത്രത്തിൻ്റെ അവസാന വരികൾ ജപിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആ മന്ത്രജപത്തിന് വല്ലാത്തൊരു ശക്തി ഉണ്ടായിരുന്നു. വീടിൻ്റെ ചുമരുകൾ പോലും ആ ശബ്ദത്തിൽ വിറയ്ക്കുന്നത് പോലെ തോന്നി. അദ്ദേഹം മന്ത്രങ്ങൾ ഉച്ചത്തിൽ അലറിക്കൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മന്ത്രത്തകട് ഹോമാഗ്നിയിലേക്ക് എറിഞ്ഞു. അതോടൊപ്പം വലത് കയ്യിലുണ്ടായിരുന്ന നൃത്തപ്പുല്ലുകൊണ്ട് മന്ത്രപാത്രത്തിലെ തീർത്ഥജലം അമ്മയുടെ മുഖത്തേക്ക് സർവ്വശക്തിയും എടുത്ത് തെളിച്ചു. നടുമുറ്റത്ത് വലിയൊരു ബോംബ് പൊട്ടുന്നത് പോലെയുള്ള ശബ്ദമാണ് അപ്പോൾ ഉണ്ടായത്. ഹോമകുണ്ടത്തിൽ നിന്ന് തീജ്വാലകൾ വലിയൊരു സ്ഫോടനത്തോടെ വീടിൻ്റെ മേൽക്കൂരയോളം ഉയർന്നു. ഹാളിൽ നിന്ന് ആ കറുത്ത രൂപത്തിൽ നിന്ന് 1000 പേർ ഒന്നിച്ച് നിലവിളിക്കുന്നത് പോലെയുള്ള ഒരു ഭയാനകമായ ശബ്ദം പുറത്തു വന്നു. എൻ്റെ കാതുകളുടെ കല്ല് പൊട്ടുന്നത് പോലെയുള്ള ആ വലിയ അലർച്ച ക്രമേണ നേർത്ത് ഇല്ലാതെയായി. ആ കറുത്ത പുകരൂപം ആ വലിയ തീജ്വാലയിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. അടുത്ത നിമിഷം എല്ലാം ശാന്തമായി.
വലിയ കാറ്റ് വീശിയിരുന്ന വീടിനുള്ളിൽ പെട്ടെന്ന് പൂർണ്ണ നിശബ്ദത പടർന്നു. അടഞ്ഞും തുറന്നും കൊണ്ടിരുന്ന വാതിലുകളും ജനലുകളും നിശ്ചലമായി. അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആ അഴുകിയ ഗന്ധം പൂർണ്ണമായും മാറി. പകരം അവിടെ കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും സുഗന്ധം നിറഞ്ഞു. ആ ഭയാനകമായ തണുപ്പ് മാറി. വീടിനുള്ളിൽ പഴയ കുളിർമ തിരിച്ചെത്തിയിരുന്നു. അമ്മ വലിയൊരു നെടുവീർപ്പോടെ തറയിലേക്ക് കുഴഞ്ഞു വീണു. അമ്മയുടെ കണ്ണുകളിലെ ആ അസ്വാഭാവികമായ വെള്ളം നിറം മാറി. കൃഷ്ണമണികൾ പഴയതുപോലെയായിരുന്നു. മുഖത്തെ ആ വന്യമായ ഭാവം മാറി വല്ലാത്തൊരു ശാന്തത വന്നിരുന്നു. ഞാൻ ഓടിച്ചെന്ന് അമ്മയെ എഴുന്നേൽപ്പിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ട് ആ കവിളുകളിൽ തട്ടി വിളിച്ചു. അമ്മയ്ക്ക് ബോധമുണ്ടായിരുന്നില്ല, പക്ഷേ ശ്വാസമുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ആ അഞ്ചാമത്തെ ജീവനെന്ന ശാപത്തിൻ്റെ ദാഹത്തെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് വലിയൊരു ആശ്വാസം തോന്നി. ഞാൻ അമ്മയുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി. നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പൂർണ്ണമായും തളർന്ന് തൻ്റെ ഇരിപ്പിടത്തിലേക്ക് വീണു. ആ വലിയ മനുഷ്യൻ്റെ ശരീരം വിയർത്തൊലിച്ചിരുന്നു. അദ്ദേഹത്തിന് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. സഹായികൾ ഓടി വന്ന് അദ്ദേഹത്തിന് കുടിക്കാൻ അല്പം തീർത്ഥജലം നൽകി. കുറച്ചുനേരം കണ്ണുകളടച്ചിരുന്ന ശേഷം അദ്ദേഹം കിതച്ചുകൊണ്ട് തന്നെ നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്തപ്പോൾ വല്ലാത്തൊരു ആശ്വാസവും ഒപ്പം ക്ഷീണവും ഉണ്ടായിരുന്നു. കഴിഞ്ഞു ഹരി, എല്ലാം കഴിഞ്ഞു, അദ്ദേഹം നേരിയ ശബ്ദത്തിൽ പറഞ്ഞു. നിങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരുന്ന ആ കറുത്ത ദോഷത്തിൻ്റെ ബന്ധനം ഞാൻ അറുത്തുമാറ്റിയിട്ടുണ്ട്. അത് ആ അഗ്നിയിൽ ദഹിച്ചു തീർന്നു. ഇനി ആ ശാപം ഈ തറവാട്ടിലെ ആരെയും ഉപദ്രവിക്കില്ല. പുലർച്ചെ 5 മണിയായിട്ടുണ്ടാകും. അപ്പോൾ ഹോമകുണ്ടത്തിലെ തീജ്വാലകൾ അടങ്ങി. ചാരം ആറി തുടങ്ങിയിരുന്നു. കിഴക്ക് ഭാഗത്ത് ആകാശം പതിയെ വെള്ളകീറി തുടങ്ങുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞങ്ങളുടെ ജീവിതത്തെ കാർന്നു നിന്നുകൊണ്ടിരുന്ന ആ വലിയ ഇരുട്ട് ഒടുവിൽ അകലുകയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ദോഷം? എന്തിനായിരുന്നു അത് ഞങ്ങളുടെ കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടിയത്? അമ്മ പതിയെ കണ്ണുകൾ തുറന്നു. എന്നെ കണ്ടതും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഹരി എന്ന് വിളിച്ച് അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ആ നടുമുറ്റത്തിരുന്ന് ഒരുപാട് നേരം കരഞ്ഞു. തിരുമേനി പതിയെ എഴുന്നേറ്റ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വീണ്ടും പഴയ ഗൗരവം തിരിച്ചെത്തിയിരുന്നു. ദോഷം മാറി കുട്ടി, പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ വളരെ ഗൗരവത്തോടെ കേൾക്കണം, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത വാക്കുകൾ എനിക്കുള്ള പുതിയൊരു മുന്നറിയിപ്പായിരുന്നു. ഞാൻ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കാതോർത്തു. തിരുമേനിയുടെ ശബ്ദത്തിലപ്പോൾ വല്ലാത്തൊരു ശോകഭാവം ഉണ്ടായിരുന്നു. ഈ പടിഞ്ഞാറ്റത്തിൽ തറവാടിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത് ഒരു വലിയ ചതിയുടെയും കൊലപാതകത്തിൻ്റെയും മുകളിലാണ് ഹരി, തിരുമേനി പറഞ്ഞു തുടങ്ങി. ഇന്നലെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ആ സത്യം മനസ്സിലായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ്, അതായത് നിന്റെ മുത്തച്ഛൻ്റെയും അച്ഛൻ്റെ കാലത്ത് നടന്ന വലിയൊരു പാപം. അന്ന് ഈ തറവാട്ടുകാർക്ക് വേണ്ടി പണിയെടുത്തിരുന്ന ഒരു പാവം മനുഷ്യനുണ്ടായിരുന്നു. നിന്റെ കാരണവന്മാർ അയാളുടെ പേരിലുണ്ടായിരുന്ന കുറച്ച് ഭൂമിയും സ്വത്തും തട്ടിയെടുക്കാൻ വേണ്ടി വഞ്ചിച്ചു. എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യൻ തൻ്റെ ഗർഭിണിയായ ഭാര്യയുമായി ഈ തറവാട്ടുമുറ്റത്ത് വന്നു നിന്ന് നീതി യാചിച്ചു. ഞാൻ ശ്വാസമടക്കി പിടിച്ച് അത് കേട്ടിരുന്നു. ഇത്രയും ക്രൂരന്മാരായിരുന്നോ ഞങ്ങളുടെ മുൻതലമുറ? അന്നവരെ ആട്ടിയിറക്കുന്നതിനിടയിൽ നിന്റെ കാരണവന്മാരുടെ മർദ്ദനമേറ്റ് ആ ഗർഭിണിയായ സ്ത്രീ ഈ മുറ്റത്ത് വെച്ച് തന്നെ മരിച്ചു വീണു. അന്ന് അതൊരു പഞ്ചമി നാളായിരുന്നു. സ്വന്തം ഭാര്യയും ജനിക്കാൻ പോകുന്ന കുഞ്ഞും കൺമുന്നിൽ പിടഞ്ഞു മരിക്കുന്നത് കണ്ട ആ മനുഷ്യൻ ഈ തറവാടിനെ നോക്കി വലിയൊരു ശാപം ചൊരിഞ്ഞു. ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പഞ്ചമി നാളിൽ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കുരുത് കൊടുത്ത ഈ തറവാട്ടിലെ ഒരുത്തിനെയും ഞാൻ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല. 5 ജീവനുകൾ ഞാൻ പകരം ചോദിക്കും. അമ്മ അത് കേട്ട് ചെവികൾ പൊത്തിക്കരഞ്ഞു പോയി. അന്ന് ആ മനുഷ്യൻ്റെ ആത്മാവിനെ ചില മന്ത്രവാദികളെ കൊണ്ട് ഈ പറമ്പിലെ തെങ്ങിൻ തോപ്പിലും കിണറ്റിൻകരയിലുമായി തറച്ച് ബന്ധിച്ചതാണ്. വർഷങ്ങൾ കടന്നുപോയി. ബന്ധനത്തിൻ്റെ ശക്തി കുറഞ്ഞു വന്നു. ഈ കഴിഞ്ഞ പഞ്ചമി നാളിൽ ആ ശക്തി പൂർണ്ണമായും പുറത്തു വന്നു. തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവരായ നിന്റെ വലിയച്ഛനായിരുന്നു ആദ്യത്തെ ഇര, പിന്നീട് വലിയമ്മ, ഇളയച്ഛൻ, നിന്റെ ഏട്ടൻ. ഒടുവിൽ ആ 5ാമത്തെ ജീവനായി അത് നിന്റെ അമ്മയെയും തേടിയെത്തി. ആ പഴയ പാപത്തിൻ്റെ കണക്കാണ് നമ്മൾ ഈ ഹോമകുണ്ടത്തിൽ വെന്തു തീർത്തത്. തിരുമേനി ഒരു നിമിഷം നിർത്തി. എന്നിട്ട് തറവാടിനെ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹോമകുണ്ടത്തിലൂടെ ആ ആത്മാവിൻ്റെ കോപം നമ്മൾ ഇല്ലാതാക്കി. ഇനി അതൊരു ശല്യമായി വരില്ല. എങ്കിലും ഈ മണ്ണ് ശപിക്കപ്പെട്ടതാണ് ഹരി. ഇവിടെ ചിന്തി ചോരയുടെ കറ
ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഈ തറവാട്ടിൽ ഇനി നിങ്ങൾ താമസിക്കരുത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം. ഈ വീടിനി ആർക്കും ഒരു ഗുണവും ചെയ്യില്ല. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടത്തേക്കാളുപരി ഒരുതരം ആശ്വാസമാണ് തോന്നിയത്. ഈ ശവപ്പറമ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു എൻ്റെയും ചിന്ത. അന്ന് പകൽ വെളിച്ചം വീണപ്പോൾ തന്നെ ഞങ്ങൾ സാധനങ്ങൾ ഒതുക്കാൻ തുടങ്ങി. വിവേക് രാവിലെ തന്നെ ഓടിയെത്തിയിരുന്നു. ഞാനും വിവേകും ചേർന്ന് അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും പാത്രങ്ങളും മാത്രം വണ്ടിയിലാക്കി. പണ്ട് കാലത്ത് പ്രതാപത്തോടെ നിന്നിരുന്ന ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ആ വലിയ നാലുകെട്ടിൻ്റെ പടിയിറങ്ങുമ്പോൾ എൻ്റെ കാലുകൾക്ക് വല്ലാത്ത ഭാരമുണ്ടായിരുന്നു. മുറ്റത്തെ മാവിൻ ചുവട്ടിലും പൂമുഖത്തെ വരാന്തയിലും കിണറ്റിൻകരയിലുമൊക്കെ മരിച്ചുപോയ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ എനിക്ക് കാണാമായിരുന്നു. ഒരിക്കൽ കൂടി ആ പഴയ ഓർമ്മകളിലേക്കൊന്ന് തിരികെ നോക്കിയ ശേഷം ഞാൻ ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി.